തിരുനാമത്തിന് മഹത്വം. PYCയുടെ റാന്നി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്ന ഈ ഘട്ടത്തിൽ ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ബിജുമോൻ ജോസഫ് അവറുകൾ, താലൂക്ക് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകർ, സെക്രട്ടറി പാസ്റ്റർ മാൻസി ജോർജ്, പ്രസിഡൻറ്റ്, അതുപോലെ എൻ്റെ അടുത്ത സ്നേഹിതനും PYCയുടെ ജനറൽ സെക്രട്ടറിയുമായ ബ്രദർ ബ്ലസൻ ജോൺ മലയിൽ, എനിക്ക് സഹോദരസ്ഥാനീയരായ പാസ്റ്റർ മോൻസി കുര്യാക്കോസ്, അവണ്ണം ബഹുമാനനായ ബ്രദർ ടിങ്കു, കൂടാതെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കർത്തദാസൻ മോൻസി ജോർജ്, പാട്ടുപാടുന്ന സഹോദരങ്ങൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കല്പം താമസിച്ചു മാത്രമാണ് ഇന്നത്തെ യോഗം ഒത്തുകൂടാൻ അവസരമുണ്ടായത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച് ആക്ട് ബില്ലൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാകും നമ്മുടെ ആൾ വരാഞ്ഞത്. നമ്മളിത് ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് ചർച്ച് ആക്ട് ബില്ല് നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. എനിവേ, എന്തായിരുന്നാലും സെമിനാറുകളിൽ വളരെ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ അംഗസംഖ്യ കുറയുന്നത് എനിക്ക് ഗൗരവമുള്ള ഒരാളല്ല. ഞാൻ കൂടുതൽ ചെയ്തു വരുന്ന ശുശ്രൂഷ ബൈബിൾ സ്റ്റഡിയാണ്. ആളുകൾ ചോദിക്കുക എത്ര പേരുണ്ടാകണം? ഞാൻ പറയും മിനിമം ഒരു 5 പേര്, മാക്സിമം എത്രയാകാം. കാരണം 5 പേര് എന്ന് പറയുന്നത് ആ ചിന്തയോട് ആത്മാർത്ഥത പുലർത്തുന്ന ആളുകളാണ്. നമ്മളൊരു 50-50ഓളം പേരുണ്ട്. അതൊരു ചെറിയ കൂട്ടമല്ല, അതൊരു വലിയ കൂട്ടം തന്നെയാണ്. നമ്മളൊരു വലിയ ജനാവലിയെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ ദുഃഖം തോന്നുന്നത്, കുറഞ്ഞു എന്ന്. നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാനൊരു രസകരമായ വസ്തുത പറഞ്ഞുകൊണ്ട് തുടരാം. ഞങ്ങളുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനമായിരുന്നു. അതിലേക്ക് എന്നെയും ക്ഷണിച്ചു. പഠിക്കുന്ന കാലത്ത് ഞാനൊരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, എന്താ ഇപ്പോൾ ജോലി സ്നേഹിതൻ? ഞാൻ പറഞ്ഞു ഉപദേശിയാണ്. ഈ ഉപദേശി എന്നുള്ള പേര് പുള്ളിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രതീക്ഷ പോലൊന്നും നീ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിന്നോട് ആരോ പറഞ്ഞു പ്രതീക്ഷിക്കാൻ? നിന്നോട് ഞാൻ പറഞ്ഞു പ്രതീക്ഷിക്കാൻ? ഞാൻ ഇത്രയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷകൾക്കപ്പുറത്ത് നമുക്ക് ലഭ്യമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ നിയുക്തരായ ആളുകളാണ്. ഞാൻ PYCയെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യോന്മുഖതയെക്കുറിച്ചും എന്താകണമെന്ന് സംബന്ധിച്ചുമുള്ള ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് വരാം. പെന്തക്കോസ്തരായ നമ്മൾ ഒരു കാലഘട്ടത്തിൽ അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ട, സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ്. നമുക്ക് വേരോട്ടമുള്ളത് ഒരു കാലഘട്ടത്തിൽ മധ്യ തിരുവിതാംകൂറിൽ മാത്രമായിരുന്നു. നമ്മുടെ സ്വന്തം ആളുകൾ പോലും നമ്മെ തിരസ്കരിച്ച, നമ്മുടെ സഹകാരികളായി നമുക്കൊപ്പം യാത്ര ചെയ്തു വന്ന ബ്രദറൻ സമൂഹം പോലും നമ്മളെ പുച്ഛിച്ച ഒരു കാലഘട്ടം ഉണ്ടാകും. എനിക്ക് തോന്നുന്നില്ല അന്നൊക്കെ കുട്ടികൾ ഞാൻ പെന്തക്കോസ്താണ് എന്ന് പറയാൻ തയ്യാറാകുമോ. അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളിന്ന് ഈ പെന്തക്കോസ്ത് എന്ന പദം നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി സ്വീകരിച്ചു. കാരണം സഭയ്ക്കകത്തേറെ പരിശുദ്ധവും അതിന് പുറത്ത് അപഹാസ്യമായും ലോകം ഒരു നൂറ്റാണ്ട് ഉപയോഗിച്ച പദമാണ് പെന്തക്കോസ്ത്. ഇൻസൈഡ് ദി ചർച്ചിൽ നമുക്കിതൊരു പരിശുദ്ധ അനുഭവത്തിൻ്റെ ഓർമ്മയാണ്. സഭയ്ക്ക് പുറത്ത് നമ്മെ അപഹസിക്കാൻ ഇന്നത്തെ ട്രോളുകൾ പോലെ ആളുകൾ ഉപയോഗിച്ച ഒരു പദമാണ് പെന്തക്കോസ്ത്. ഇതിനെല്ലാം അതിജീവിച്ചാണ് നമ്മളിവിടെ വരെ വന്നത്. അതിൻ്റെ രൂപിമ സംവിധാനങ്ങളിലൊക്കെ ഒട്ടേറെ പാളിച്ചകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് PYC എന്ന ഒരു
യൗവനക്കാരുടെ കൂട്ടം അത് മുമ്പോട്ട് വെക്കുന്ന ഒരു ചലഞ്ചുണ്ട്. നമ്മുടെ സമൂഹം നമുക്കറിയാം അങ്ങേയറ്റം ഡിനോമിനേഷണലായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമാണ്. ആദ്യ കർത്തദാസൻ പറഞ്ഞ പോലെ നമുക്ക് ചർച്ച് ഓഫ് ഗോഡുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് അല്ലാത്ത ഒരാൾക്ക് ചർച്ച് ഓഫ് ഗോഡെന്ന് കേൾക്കുന്നത് മോശമാണെന്നല്ല, ഒരു അന്യതാബോധം വരികയാണ്. IPC അല്ലെങ്കിൽ ആ പദം കേൾക്കുന്ന മറ്റൊരാൾക്ക് ഏറെ അകലം തോന്നത്തക്ക വിധമുള്ളൊരു ഘടന ആരോ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തു. മറ്റൊന്നുകൂടി പറഞ്ഞാൽ, ഒരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്, ഒരാൾ പ്രസംഗിച്ചു, നിങ്ങളെന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അസംബ്ലിയിലേക്ക് അയക്കണം. ഇതെല്ലാം കേട്ടൊരു അമ്മച്ചി അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെന്തിനാ അസംബ്ലിയിൽ പോകുന്നത്, മോനെ IPCയിലോട്ട് പോരാൻ പറഞ്ഞു. ഇതാ നമ്മുടെ ആളുകളുടെ ഒരു കാലത്തൊരു ബോധം എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി മാറ്റമുണ്ടായി. ഈ മാറ്റങ്ങളെപ്പോഴും യൗവനക്കാർക്കിടയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കാരണം കാലോചിത ചിന്ത നിങ്ങളുടേതാണ്, കാലാനുസൃത ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. കാലത്തിൻ്റെ പൾസ് യൗവനക്കാർക്ക് ഉണ്ടാവും. നിങ്ങൾക്കെന്ന് ഞാൻ പറയാൻ കാരണം, ഞങ്ങളൊക്കെ ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ ഒരു അധര വ്യായാമം കൊണ്ടും കളർ കൊണ്ടും ഒക്കെ നേരിടുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളാണ് നമ്മുടെ പ്രതീക്ഷ. ഇങ്ങനെ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സംവിധാനത്തെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥിതി. മാത്രമല്ല, നമുക്ക് ഒട്ടേറെ കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മൾ ചർച്ച് ആക്ട് ബിൽ ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. പരിമിത സമയമുള്ളൂ. കൂടാതെ തന്നെ ഞാൻ പലപ്പോഴും നമ്മുടെ PYPയുടെ സുഹൃത്തുക്കളോടും CAയുടെ സുഹൃത്തുക്കളോടും ഒക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരറിവില്ലാത്തെന്താ? അതെന്താ ചർച്ചയാക്കാത്തത്? രാഷ്ട്രീയം എന്താ നിങ്ങൾ ചർച്ചയാക്കാത്തത്? ഞാനത് പറയുമ്പോൾ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാം, അതാ നല്ലത്. ഒരു രാജ്യത്തെന്ന് അങ്ങനെ നമ്മൾ പരോക്ഷമായിട്ട് പറയണ്ട, ഈജിപ്തിൽ ഈ പിരമിഡുകൾ കാണാൻ ഞങ്ങൾക്കൊപ്പം ഒരു ടീമുണ്ടായിരുന്നു. അതിന്ന് എവിടെയോ പറഞ്ഞു. പിരമിഡുകൾ കാണാൻ നിൽക്കുന്ന വേളയിൽ അവിടെ ഒരു പറ്റം കൊള്ളക്കാരുണ്ട്. അവരവിടെ പോക്കറ്റടിക്കും, ബാഗുകൾ പിടിച്ചു വാങ്ങും. ഒരു തന്ത്രമുണ്ട് അവർക്ക്. നമ്മളെ കണ്ടാലേ ഇന്ത്യക്കാരാന്ന് മനസ്സിലാകും. അവരടുത്ത് വന്നിട്ട് ചോദിക്കും, ഓ മിസ്റ്റർ, ആർ യു ഫ്രം ഇന്ത്യ? യെസ്, ഐ നോ ഷാരൂഖ് ഖാൻ, ഐ നോ മമ്മൂട്ടി, ഐ നോ മോഹൻലാൽ, ഐ എം എ ഫാൻസ് ഓഫ് മമ്മൂട്ടി. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞ് അടുപ്പം പുലർത്തിയിട്ട് കേരളത്തെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട്, ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. അവൻ ഈ പിരമിഡിൻ്റെ ഒക്കെ ഒരു ശില്പം നമുക്ക് തരും. പിന്നെ പണം എത്ര? നോ നീഡ് ഓഫ് മണി, ഇറ്റ് ഈസ് ഫോർ യു. എടുത്തു. നമ്മൾ മലയാളികളല്ലേ, സൗജന്യം എന്ന് കേട്ടാൽ നമ്മളവിടെ ചാടി വീഴും. ഇതൊക്കെ വാങ്ങിക്കെട്ടി നമ്മൾ പോരാൻ തുടങ്ങുമ്പോൾ പുള്ളി പറയും, എനിക്കിതുപോലെ ആളുകൾ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളെ ഓർക്കാൻ തിരിച്ചൊരു ഗിഫ്റ്റ് തരാറുണ്ട്, എനിക്കൊരു ഗിഫ്റ്റ് തരണം. നമ്മളൊരു പേന കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തുനിയുമ്പോൾ അവർ പറയും, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരാൾ തന്നത് 10,000 ഇന്ത്യൻ റുപ്പിയാണ്. ആകെ പ്രശ്നമായി. ഇവരാളുകൾ വളയും, തിരിച്ചു പോരാൻ വയ്യ. അപ്പം ഞാനൊരു ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സെൻ്ററാണ്, ഇത് പിരമിഡുകൾ, ക്രിസ്തുവിന് 2500 കൊല്ലം മുമ്പുള്ള ചരിത്ര സ്മാരകങ്ങൾ കാണാൻ ആളുകൾ വരുന്ന അന്തർദേശീയ പ്രധാനമുള്ളൊരു സ്ഥലത്ത് ഇത്രയും അക്രമം നടന്നിട്ട് വെർ ഈസ് യുവർ പോലീസ്? അതെന്താ ആക്ഷൻ ഇല്ലാത്ത? ഈ ഗൈഡ് പറഞ്ഞൊരു കാര്യം എന്നെ അമ്പരപ്പിച്ചു. സർ, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഗൈഡായി ഗവൺമെൻറ് അയച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിലെ സാലറികൾ മുഴുവൻ സ്തംഭിച്ചു. നിങ്ങൾ തരുന്ന ടിപ്പാണ് ഞങ്ങളുടെ വരുമാനം. പോലീസിന് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി അവർ പണിയെടുക്കുന്നില്ല. കാരണം പട്ടാളമാണെന്ന് ഈജിപ്റ്റ് ഭരിക്കുന്നത്. ഒടുവിൽ പറഞ്ഞു കേട്ടപ്പോൾ സകല സർക്കാർ കാര്യാലയങ്ങൾ സ്തംഭിച്ചു. ഞാൻ വിചാരിച്ചു, എനിക്കിവിടെ ഒരു പ്രയാസമുണ്ടായാൽ, എൻ്റെ പാസ്പോർട്ട് പോയാൽ ഞാൻ ആരോട് പരാതി പറയും? അതാണ് അരാജകത്വം.
ഒരു ഭരണകൂടമില്ലെങ്കിൽ വരുന്ന അരാജകത്താണ് കണ്ടത്. ഈ രാത്രി ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കാനും ഇവിടെ വന്നിരിക്കാനും ഒക്കെ നമുക്ക് ധൈര്യം കിട്ടുന്നത് ഇന്ത്യ എന്നൊരു രാജ്യവും അതിന് കരുത്തുറ്റൊരു ഭരണഘടനയും അതിൻ്റെ കീഴിൽ പ്രോവിൻസുകളും അത് ഭരിക്കാൻ പ്രോവിൻസ് ഗവൺമെൻറ്റുകളും അതിന് കീഴിൽ പഞ്ചായത്തുകളും കെട്ടുറപ്പുള്ള ഒരു പോലീസ് സിസ്റ്റം ഉള്ളതിൻ്റെ പേരിലാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ രാഷ്ട്രീയം വേണ്ടേ? അതെന്താകണമെന്ന കാര്യം നിങ്ങൾ ചർച്ച ചെയ്യും. അരാഷ്ട്രീയവാദം വിട്. അരാഷ്ട്രീയവാദം നമ്മെ കൊണ്ടെത്തിക്കുന്ന അങ്ങോട്ടാ. അരാഷ്ട്രീയവാദം പറഞ്ഞിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ ഒന്നാമത്തെ ക്യൂവിലുണ്ട് താനും. അതാ രസം, നമ്മുടെ ആളുകളുടെ ഒരവസരവാദം. ഇതൊക്കെ PYC ചർച്ച ചെയ്യണം. എല്ലാം PYC ചർച്ച ചെയ്യണം. സൂര്യന് കീഴെയുള്ള ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യണം. ഇതിലൊക്കെ നമ്മുടെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി എത്ര നാളായി. നവോത്ഥാനം എന്നൊരു പ്രശ്നമാണ് നമ്മുടെ ആളുകൾ നമ്മൾ കേരളം കേട്ടുകൊണ്ടിരുന്നത്. കേരളം ഈ വിഷയം കേട്ടിട്ട് നമ്മുടെ ആളുകളുടെ ഒരഭിപ്രായം പറഞ്ഞോ. കാരണം എടുത്തു പറയാനുണ്ട്. ഈ പറയുന്ന കേട്ടാൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ആളുകളുടെ ലിസ്റ്റ് പറയുക. ഇവരൊന്നും അല്ല ചെയ്തത്. സുവിശേഷമാണ് കേരളത്തിന് മാറ്റം ഉണ്ടാക്കിയത്. ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. ഇവരൊക്കെ ഈ രാജ്യത്ത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളെന്ന് കരുതുന്ന ശ്രീനാരായണ ഗുരുവോ അതുപോലെ അയ്യ വൈകുണ്ഠനോ മനത്ത് പത്മനാഭനോ അയ്യങ്കാളിയോ ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ചെറുതല്ല. പക്ഷേ അതിൻ്റെ 100 ഇരട്ടി കരുത്തോടെ കേരളം എന്ന് കാണുന്ന അളവിലേക്ക് വളർത്തിയത് നമ്മൾ ബൈബിളിൻ്റെ പ്രചാരകരാണ്. ഇത് പറയാനും സ്ഥാപിക്കാനും നമ്മുടെ സമൂഹത്തിൽ ആരും വരുന്നില്ല. മിഷണറിമാർ രൂപപ്പെടുത്തിയ ഒരു കേരളത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ മലയാളം ഒരു ചതുരവടിവുള്ള ഭാഷയായിരുന്നു. ആ ചതുരവടിവുള്ള അക്ഷരങ്ങൾക്ക് നമ്മളിന്ന് കാണുന്ന രൂപത്തിലേക്കുള്ള വളവും തിരിവുമൊക്കെ ഉള്ള മനോഹര അക്ഷരങ്ങളാക്കി മാറ്റിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അദ്ദേഹം ആവിഷ്കരിച്ച പ്രസ്സിലൂടെയാണ് ബൈബിൾ പ്രിൻ്റ് ചെയ്തത്. അതിൻ്റെ ചുവട് പിടിച്ചാൽ പിന്നെ അക്ഷരങ്ങൾക്ക് ലിപി ഉണ്ടായത്. അപ്പോൾ അക്ഷരം കൊടുത്തതിൽ, കലാലയങ്ങൾ ഉണ്ടാക്കിയത്, ഉപരിപഠനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കിയതിൽ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തതിൽ നമ്മുടെ പങ്ക് വളരെ വലുതാണ്. ഇത് നമ്മളെന്താ അറിയാത്തത്? നമ്മുടെ കരുത്തെന്താ അറിയാത്തത്? അപ്പോൾ നമ്മൾ ഈ കുത്തൊഴുക്കിൻ്റെ മധ്യത്തിലൂടെ എങ്ങനെയാണ് ഉണ്ടായി ഒളിഞ്ഞു കിടക്കേണ്ട ഒരു സമൂഹമല്ല. നമ്മളാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്, ബോധവൽക്കരിച്ചത്, ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ നമ്മോട് കടപ്പെട്ടിരിക്കുകയാണ് ഈ നാട്. അപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റിയൊരു ഘട്ടത്തിൽ നമുക്കത്തരം ചിന്തകളുണ്ടായില്ല. അത്തരം ദൗത്യം കൂടി, നമ്മുടെ സമൂഹത്തെ ആശയവൽക്കരിക്കുന്ന ഉത്തരവാദിത്തം കൂടി, യുവജനങ്ങളെ ആ നിലയിൽ കൂടി ചിന്തിപ്പിക്കുന്ന ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണം. മറ്റൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വിട്ടേക്കാം. ഒറ്റ കാര്യം കൂടി. നമ്മുടെ യുവസമൂഹം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നൊരു കാലം. വിശേഷിച്ച് മുസ്ലിം സമൂഹത്തിൽ ഉടലെടുക്കുന്ന ലവ് ജിഹാദ് പോലെയുള്ള വെല്ലുവിളികൾ നമ്മുടെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് വഴിതിരിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷങ്ങൾ. മറ്റൊന്ന്, യൗവനക്കാർക്കിടയിൽ സ്വതന്ത്ര ചിന്ത എന്ന പേരിൽ വ്യവഹരിക്കുന്ന യുക്തിവാദത്തിൻ്റെ ആശയഗതികൾ. ഇതെല്ലാം കൊണ്ട് ഇതിൻ്റെ നടുവിൽ വേണം നമ്മളൊരു സമൂഹമായി നിന്നുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിനും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടേണ്ടത്. അപ്പോൾ നമ്മുടെ യൂത്തിൻ്റെ ഇൻസൈഡിലെ അവസ്ഥ ഇതുവരെ വാക്യമത്സരത്തിൻ്റെയും മനപ്പാടത്തിൻ്റെയും സങ്കീർത്തന മനപ്പാടത്തിൻ്റെയും ഒക്കെ തലം വിട്ട് നമ്മൾ ഒരടി കൂടി വളർന്നില്ല. കാലം എവിടെ പോയി നോർക്കണം, സ്ഥിതി എവിടെ പോയി നോർക്കണം. കണ്ട സ്കൂളിൽ തന്നെ പരിഷ്കരിക്കേണ്ട ഏറെ കാലം കഴിഞ്ഞു. ലവ് ജിഹാദികൾ വെല്ലുവിളിക്കുമ്പോൾ അവിടെ നിന്ന് സ്വതന്ത്ര ചിന്തകന്മാർ അപ്പുറത്തുനിന്ന് വെല്ലുവിളിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിക്കുന്ന കൊച്ച് കൂടാരത്തിനത്ര കുറ്റിയുണ്ടെന്നും കൊളുത്തുണ്ടെന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിലെ ബോധപൂർവ്വം പഠിപ്പിക്കുകയാണ്. കൃപയെ കാണിക്കുന്ന കുറ്റിയും ദൈവസ്നേഹത്തെ കാണിക്കുന്ന കൊളുത്തും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് പോകുന്ന അങ്ങോട്ടാണ്. ആ ലോകത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണ്ടേ? അപ്പോൾ നമ്മളെല്ലാം പരിഷ്കരിക്കണം. അടിമുടി പരിഷ്കരണം സംഭവിക്കേണ്ട ഒരു സമൂഹമായിരിക്കും നമ്മൾ. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് PYC പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നൊരു കാര്യം, കനത്ത എതിർപ്പ് അത് നമ്മൾ ICPF ഉണ്ടാകുമ്പോഴും ഇത്യാദി മൂവ്മെൻറ്റുകൾ ഉണ്ടായപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പിന്നീടുള്ള കാലം തെളിയിച്ചു കൊടുത്തു. തീർച്ചയായിട്ടും നാളെയുടെ ചരിത്രത്തിൽ അത് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സ്ഥിതി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ മൈക്കൽ ഫാരഡേയെ അറിയാമല്ലോ. അദ്ദേഹം ഒരു ദൈവമനുഷ്യൻ കൂടിയായിരുന്നു. ഈ കണ്ടെത്തലുകൾ പലതും നടത്തിയ സയൻറ്റിസ്റ്റുകളെല്ലാം വിശ്വാസികളായിരുന്നു. അപ്പോൾ ഈ ഫാരഡേ വൈദ്യുതി കണ്ടുപിടിക്കുന്ന അതിൻ്റെ ആരംഭം 2 വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചെറിയ സ്പാർക്ലിങ് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ബൈബിൾ പ്രസംഗിക്കുന്ന ആളുമാണ്. അപ്പോൾ ഈ 2 വയറുകൾ കൂട്ടിമുട്ടിച്ച് ചെറിയ സ്പാർക്ലിങ് തുരുതുരാ വരുന്ന ആ തീപ്പൊരി കണ്ടിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, താങ്കൾ ഈ കാണിക്കുന്ന കാര്യം ചെയ്യുന്ന നേരം മതി, 2 വാക്യമൊക്കെ വായിച്ച് നന്നായിട്ട് പ്രസംഗിക്കാൻ നോക്കാൻ പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞു, പിറന്നു വീണൊരു കുട്ടിയെക്കുറിച്ച് അവൻ വലിയവനാകുമെന്ന് നമ്മൾ ഇന്ന് കൂട്ടി പറയരുത്, ചെറിയവനാകുമെന്നും പറയരുത്. ഈ കാണുന്ന തീപ്പൊരി ഒരു ചെറിയ കുട്ടി മാത്രമാണ്. ഇതാരാകുമെന്ന് കാലം കൽപ്പം കഴിഞ്ഞ് തെളിയിക്കുമെന്ന് പറഞ്ഞു. അത് തെളിയിച്ചു. വൈദ്യുതി ലോകത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമ്മൾ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ PYC ഒരു വൈദ്യുതിയാകണം, കാലത്തിൻ്റെ മുമ്പിൽ തെളിവ് കൊടുക്കണം. നമ്മുടെ ചിന്തകളും വീക്ഷണങ്ങളുമൊക്കെ ശരിയായിരുന്നു എന്ന് പറയാൻ കഴിയും വിധം നമുക്ക് കർത്തവ്യനിരതരാകാൻ ദൈവം ഭാഗ്യവും അവസരവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഒരു വചനം വായിച്ച്, നമ്മളേതായാലും ദൈവമക്കളാണല്ലോ, ആ നിലയിലൊരു വചനം വായിച്ച് പരിമിത സമയം ഞാൻ വചനം പ്രസംഗിച്ച് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വളരെ പരിചിതമായൊരു വചനം, വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. നമ്മൾ പറഞ്ഞ വിഷയങ്ങളോടൊക്കെ ബന്ധമുള്ള ഭാഗമാണ്. വിശുദ്ധ പത്രോസ് 1-ാം ലേഖനം 4:16. പരിചിതമായൊരു വചനമാണ്. എടുത്തവർ വായിക്കാം, വായിക്കുന്ന പ്രയോജനം ചെയ്യും. ആ ആ ആ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ, ഇമിറ്റേറ്റ് ചെയ്യുന്നവനല്ല, ഫോളോ ചെയ്യുന്നവൻ. അഭിനയമല്ല, അനുഗമിക്കൽ. ആ അനുഗമിക്കലിൽ സ്വാഭാവികമായി ഇമിറ്റേഷൻ ഉണ്ടാകും. അതതിൻ്റെ ഭാഗമായി മാറും. ഇമിറ്റേഷൻ ഉണ്ടാവുക അനുഗമിക്കുന്നതിൻ്റെ ഉപോൽപ്പന്നമായിട്ടാണ്. ക്രിസ്ത്യാനി എന്ന പദം ബൈബിളിൽ ആകെ 3 ഉള്ളൂ. 3 മാത്രം ബൈബിളിൽ കാണുന്ന ഒരു പദം, അപൂർവങ്ങളിൽ അപൂർവമായൊരു പദം. ആ പദം ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 11:26 ആ പദം രണ്ടാമത് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 26:28 ആ പദം മൂന്നാമത് കാണുന്നത് ഇപ്പോൾ വായിച്ച പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 4:16 ഞാൻ റെഫറൻസുകൾ ഒരിക്കൽ കൂടി പറയുന്നു. ക്രിസ്ത്യാനി എന്ന പദം ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 11:26, രണ്ടാമത്തെ പദം കാണുന്നത് 26:28, മൂന്നാമത്തെ പദം കാണുന്നത് 1 പത്രോസ് 4:16. ആ പദം ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 11:26 വളരെ രസകരമായൊരു പ്രയോഗമാണ് അവിടെ കാണുന്നത്. ലൂക്കോസ് ചരിത്ര രചന നിർവഹിച്ചിട്ട് പറയുകയാണ്, പ്രിയരെ, ആദ്യം സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേര് ശിഷ്യന്മാർക്കുണ്ടായി. ശിഷ്യന്മാർക്ക് പേരുണ്ടായത് സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച്. രണ്ടാം ഘട്ടം, ഒരു കോടതി മുമ്പാകെ വിചാരണയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പൗലുസിൻ്റെ പ്രസംഗം കേട്ട്, വിശദീകരണം കേട്ട് കോടതിയിലിരുന്ന അഗ്രിപ്പാവ് പൗലുസിനോട് ചോദിക്കുന്ന മറുചോദ്യമാണ്, പൗലുസേ, നീ വാക്കുകൾ കൊണ്ട്, സംഭാഷണം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാകുവാൻ സമ്മതിപ്പിക്കുന്നു. മൂന്നാമത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു നിലപാട് സംബന്ധിച്ചുള്ള പത്രോസിൻ്റെ പ്രഖ്യാപനമാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപൂർവമായി മാത്രം ബൈബിളിൽ വ്യവഹരിച്ച ഈ പദം ലോകത്തിൻ്റെ 4/3 ഭാഗങ്ങളെയും വിഴുങ്ങുന്നു. ലോകത്തേറ്റവും അധികം ആളുകൾ സ്വാധീനിക്കപ്പെട്ട ഒരു മാർഗമായി യേശുവും അനുഗാമികളും പഠിപ്പിച്ച, പ്രചരിപ്പിച്ച ആശയഗതികളുടെ വക്താക്കളായി ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ പ്രപഞ്ചമാസകല ഉണരുന്നു. ഈ പദത്തിൻ്റെ ഊർജ്ജസ്വലത അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നെന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഇതുവരെയുള്ള വളർച്ചയിൽ, അതിൻ്റെ മുന്നേറ്റങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മതങ്ങളെല്ലാം വളർന്നത് വെട്ടിപ്പിടിച്ചോ പ്രലോഭിപ്പിച്ചോ എന്തെങ്കിലും ഭൗതിക കരുത്ത് കട്ടിയുമാണ്. പാസ് ഓർപ്പിച്ചതുപോലെ ഭൗതിക കരുത്തൊരു സംഭവം തന്നെയാണ്. ഭൗതികമായ ശക്തിപ്രകടനങ്ങൾ ഒരു സംഭവം തന്നെയാണ്, ഇല്ലെന്നല്ല. അനിവാര്യമായ ഘട്ടമുണ്ടതിന്. ഞാനും ചിലപ്പോൾ അത്തരം ചില കാര്യങ്ങളുടെ ഗുണവശം എടുത്ത് പറയാറുണ്ട്.
ആ ഗുണവശങ്ങളിൽ ഒന്ന് ഞാൻ പറയുന്നത് പൊതുസമൂഹത്തോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾ അംഗസംഖ്യ കൊണ്ട് കുറഞ്ഞ പക്ഷം മധുരാങ്കൂറിലെങ്കിലും കരുത്തരാൻ. കുമ്പനാടി ഞങ്ങൾക്ക് കൺവെൻഷനുണ്ട്, മുളക്കുഴയിൽ കൺവെൻഷനുണ്ട്, ചിങ്ങവനത്ത് യോഗമുണ്ട്. 10,000-കണക്കിന് ആളുകൾ വരുന്നിടത്ത് അവരെ നിയന്ത്രിക്കാൻ അകത്തൊരൊറ്റ പോലീസില്ല. ഞങ്ങളുടെ അച്ചടക്കം നിങ്ങൾ കാണ്. ഇതൊക്കെ പൊതുസമൂഹത്തോട് പറയാറുണ്ട്. അവിടെ കാര്യങ്ങളിങ്ങനെ കൈകാര്യം ചെയ്യാൻ അഭിഷിക്തരായ കർത്തൃദാസന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപകടങ്ങളില്ല, ഫയർഫോഴ്സിൻ്റെ വണ്ടി വരുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ആരും പറയാതെ ആരും രേഖപ്പെടുത്താത്ത അലിഖിതമായൊരു നിയമത്തിൽ ഞങ്ങൾ 100 കൊല്ലം കൂടിയിട്ടും ഈ രാജ്യത്തെ സ്നേഹിക്കുകയായിരുന്നോ ഈ കരുത്തുകൊണ്ട് ഞങ്ങൾ നാട് സ്തംഭിപ്പിച്ചില്ല, ഹർത്താലുകൾ നടത്തിയില്ല, കടകമ്പോളങ്ങളിൽ അത് അടച്ചുപൂട്ടാൻ പറഞ്ഞില്ല, വഴിയാത്രക്കാരനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ്റെ പക്കൽ പണം വാങ്ങിക്കൊണ്ട്, പിരിവ് വാങ്ങിക്കൊണ്ട്, രസീത് വാങ്ങിക്കൊണ്ട്, കമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മതങ്ങളോ ഈ ലോകത്ത് ഇന്ന് കാണുന്ന ആശയങ്ങളോ ചെയ്യുന്നത് പോലെ പബ്ലിക് ന്യൂസൻസ് ആയില്ല. ഞാനതിൻ്റെ നമ്മുടെ മഹത്വം പറയുമ്പോൾ ഈ കരുത്ത് പറയാറുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. ഇതിൻ്റെ മറുവശം ഞാനൊന്ന് ബോധ്യപ്പെടുത്താം. ആദിമകാല ദൈവമക്കൾക്ക് കിട്ടിയ ഫീൽഡ് എല്ലാം മോശമായിരുന്നു. അതിലൊരു തെളിവ് പൗലോസ് ശ്ലീഹ മാൾട്ടാദ്വീപിലെത്തുന്ന ഒരു രംഗമുണ്ട്. മാൾട്ട എന്ന് പറഞ്ഞാൽ മെലിത്ത, നമ്മളുടെ മാൾട്ടയും മെലിത്ത ഒന്നാമെന്ന് എനിക്ക് തോന്നുന്നു. മെലിത്ത, ഈ മാൾട്ട ദ്വീപ് എന്തായിരുന്നു അറിയണ്ടേ? ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരെ, നാട്ടിലെ ഏറ്റവും ബോൺ ക്രിമിനലുകളെ കൊണ്ടിടുന്ന ഒരു ദ്വീപ്. ആ ദ്വീപിലാണ് തദ്ദേശവാസികളായ ആദിവാസികളുണ്ട്. അവിടെ ഏറ്റവും മോശപ്പെട്ട ആളുകളുണ്ട്. ആ ദ്വീപിലേക്ക് കപ്പൽച്ഛേദ നിമിത്തം അവിടെ എത്തുകയാണ്. അവിടെ പ്രസംഗിക്കുകയാണ്. അവരെ നോക്കി നിൽക്കേ ഒരു കാഴ്ച കണ്ടു. പൗലൂസിനെ അണൽ കെട്ടിക്കുന്നു. ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് നീതിദേവത അവൻ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല, ഈ മനുഷ്യൻ്റെ ഒരു കൊലപാതകൻ. പൗലോസ് പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു തീയിൽ. അത് കളഞ്ഞു പറഞ്ഞു ഈ മനുഷ്യനൊരു ദൈവമനുഷ്യനാണ്, ദേവനാണിത്. ഇത് രണ്ടും പൗലോസ് സ്വീകരിച്ചില്ല. നമ്മൾ ആദ്യം പറഞ്ഞ തള്ളി ആരും രണ്ടാമത് പറഞ്ഞ് സ്വീകരിക്കുന്നതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ അപകരിക്കാറുണ്ട്. അത് സ്വീകരിച്ചില്ല. ആ മാൾട്ടാദ്വീപിൽ നിന്ന് പോരുമ്പോഴേക്കും ആ നാട് മുഴുവൻ മാറി. അപരിഷ്കൃതരായ അടുത്ത ആളുകൾക്ക് വലിയ മാറ്റമുണ്ടായി. മാൾട്ട പിൽക്കാല ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശക്തിമത്തായ ഒരു കേന്ദ്രമായിട്ടാണ്. അപ്പോൾ അപരിഷ്കൃതമായ ലോകങ്ങളെയാണ് നമ്മുടെ കയ്യിലേക്ക് തമ്പുരാൻ ഇട്ട് തന്നിട്ട് പറഞ്ഞു, യു ഹാവ് ടു റിഫോം. നിങ്ങൾ ഇവിടം റിഫോം ചെയ്യണം. അത് സമഗ്രമായ മാറ്റമാണ്. നിങ്ങൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചരിത്രവും സാക്ഷ്യവും ഇവിടെയാണ് ഉദ്ധരിക്കേണ്ടത്. അങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അഭിമാന പുരസരം ഞാൻ പറയാറുണ്ട്. ക്രിസ്ത്യാനിത്വം ലോകത്ത് ചെന്നിടത്തൊക്കെ സംഭവിച്ചെന്താ? ഇന്ത്യയിൽ തന്നെ ഒരു വസ്തുത പറയാം. ഒരു 100 കൊല്ലം മുമ്പുള്ള ഇന്ത്യയിൽ പണ്ഡിതൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കുടുമ കെട്ടിയ, പൂണൂല് ധരിച്ച, സംസ്കൃതം അറിയാവുന്ന, ഷർട്ടും മുണ്ടും ഒന്നും ധരിക്കാതെ മേൽമുണ്ട് മാത്രം ധരിച്ച്, ഒരു മുണ്ടും മേൽമുണ്ടും ധരിച്ച് ചന്ദനക്കുറി പൂശി പോകുന്ന ഒരു സംസ്കൃത ചിന്തകനായ ഒരു ബ്രാഹ്മണയായിരുന്നു പണ്ഡിതൻ. അദ്ദേഹം സംസ്കൃതം ഉരുവിടും, സംസ്കൃതത്തിലെ കാവ്യങ്ങളും ഒക്കെ പറയും. അതുപോലെ മനുഷ്യൻ അറിവ് എന്ന് ധരിച്ചത് ഈ ഗുരുകുലത്തിൽ പോയിരുന്ന് ഗുരുവിന് കീഴിലിരുന്നു കൊണ്ട് സംസ്കൃത മന്ത്രങ്ങൾ ഉരുവിട്ടും പഠിച്ചും ഒടുവിൽ അവനിലെ ഭക്തി വളർന്ന് ഭക്തിയുടെ തീവ്രതയിൽ അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ദൈവം എന്ന ബോധത്തിലേക്ക് സ്വയം വളർന്നുകൊണ്ട് മറ്റുള്ളവരെയും അനുഗ്രഹിക്കാൻ കഴിയുന്ന ദിവ്യഭാവത്തിലേക്ക് ആയിത്തീരുക എന്നതായിരുന്നു ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ കരുതിയ വിദ്യാഭ്യാസം. നിങ്ങൾക്ക് മനസ്സിലായോ? വിദ്യാഭ്യാസമുള്ള ആളെന്ന് പറഞ്ഞാൽ സംസ്കൃതം പഠിച്ച ആളെന്നേ അർത്ഥമുണ്ടായിരുന്നു. സംസ്കൃതം പഠിച്ചാൽ അവരോടുള്ള ആദരവ് നിമിത്തം ആളുകൾ അവരുടെ കാൽക്കൽ മുമ്പാകെ കൈകുപ്പി നിൽക്കും. അവർ പഠിച്ച വിദ്യ മനുസ്മൃതിയുടെയും അനുബന്ധ കൃതികളുടെയും ഒക്കെ പ്രചാരകരായിട്ട് അവർ മാറി പഠിപ്പിച്ച ചിന്തകളുടെ മുമ്പിൽ, വേദങ്ങളുടെ മുമ്പിൽ അങ്ങനെ നമിച്ചു നിൽക്കും. പക്ഷേ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടായതെപ്പോഴാണ്? മറ്റൊരു കാര്യം കൂടി, അതുവരെയുള്ള ഇന്ത്യയിലെ കുറ്റവും ശിക്ഷയും രസകരമാണ്. അന്ന് ശിക്ഷിച്ചത് കുറ്റത്തിനല്ല, കുറ്റവാളിയെയാണ്. കുറ്റത്തിൻ്റെ ശിക്ഷയുണ്ട്, കുറ്റവാളിക്കുള്ള ശിക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ
ഹെൽമറ്റ് ഇല്ലാതെ രണ്ടുപേര് വണ്ടി ഓടിച്ചു പോവാം മുമ്പും പിമ്പും. ഇപ്പം രണ്ടു കൂട്ടർക്കും ഒരേ ശിക്ഷയാണ്, കാരണം കുറ്റത്തിനാണ് ശിക്ഷ. പണ്ടുള്ള കേരളത്തിൽ ശിക്ഷ മറ്റൊരു രീതിയിലായി. കുറ്റവാളി ആരാണ്? ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആ വ്യതിയാനങ്ങളെ ആസ്പദമാക്കി തെറ്റ് ചെയ്തവൻ്റെ തെറ്റിനല്ല, തെറ്റ് ചെയ്തവനാണ് ശിക്ഷ, വ്യത്യസ്തമാണ് ശിക്ഷ. അതിലൊന്ന് രസകരമായൊരു കഥ പറയാം. ഈ നിങ്ങളിൽ പ്രാചീന കേരള ചരിത്രം പഠിച്ചാൽ രസകരമായൊരു കാഴ്ച കാണുന്നത്, ഒരു തിന്മ ചെയ്ത ദുർമാർഗിയായ ഒരു മനുഷ്യൻ, അയാളുടെ തിന്മ തെറ്റ്, ഒരു മോശപ്പെട്ട കാര്യം ചെയ്തു, അഡൾട്ടറി, ഹി കമ്മിറ്റഡ് അഡൾട്ടറി. ഈ തെറ്റ് ചെയ്ത ആൾ ഒരു ബ്രാഹ്മണാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ശിക്ഷയുണ്ട്, ക്ഷത്രിയനാണെങ്കിൽ കൊടുക്കുന്ന ശിക്ഷയുണ്ട്, വൈശ്യന് കൊടുക്കുന്നുണ്ട്, ശൂദ്രന് കൊടുക്കുന്നുണ്ട്. ശൂദ്രൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നായർ എന്ന് വ്യവഹരിക്കുന്ന സമൂഹത്തെയാണ് ചരിത്രം ശൂദ്രൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ ഈ താഴെ മുതൽ തുടങ്ങാം. ശൂദ്രനാണ് ശിക്ഷയെങ്കിൽ ഇവൻ്റെ കൈ പിടിച്ച് തിളച്ച എണ്ണയിൽ മുക്കുക, അഗ്നിശോധന. ഇതിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ ആളിന് കൈ കൊള്ളുന്നില്ലെങ്കിൽ ആൾ കുറ്റവാളിയല്ല. നമ്മളെല്ലാം പിടിച്ചെങ്കിൽ ഞാൻ പറയണേ അതിന് സാറ് ഒരു കുറ്റവും ചെയ്യും, സാറ് കൈക്കൊന്ന് മുക്കിക്കുക, അപ്പോൾ അറിയാമല്ലോ. ഇതൊന്നും ചെയ്യാത്ത ആളല്ലേ, ഒന്ന് മുക്കി കാണിക്കുക. അന്നൊന്നും പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഇതേ കാര്യം വൈശ്യനാണ് ചെയ്തതെങ്കിൽ അവന് കിട്ടുന്നത് ചാട്ടവാറിനുള്ള അടിയാണ്. ഇതേ കാര്യം ക്ഷത്രിയനാണ് ചെയ്തതെങ്കിൽ അവനുള്ള ശിക്ഷ വിചിത്ര. എന്താന്ന് കേട്ടോ, ബ്രാഹ്മന് സുഭിക്ഷമായൊരു ഭക്ഷണം ഒരു നേരം കൊടുക്കണം. ഒരു 10 ബ്രാഹ്മണർക്ക് അല്ലെ 100 ബ്രാഹ്മണന് ഊണ് കൊടുത്തേക്കാൻ പറയും, ശിക്ഷ തീർന്നു. ഇനി ബ്രാഹ്മൺ ചെയ്താലോ? ബ്രാഹ്മൺ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ രസകരമാണ്. ഇവൻ ചെയ്ത തെറ്റ് മുഴുവൻ ഒരു ഓലയിൽ എഴുതണം. ഓല എഴുതിയിട്ട് ഈ തെറ്റുകാരനെ തന്നെ ഒരു തുലാസിൽ ഇരുത്തി തൂക്കണം. അപ്പോൾ 70 കിലോ 80 കിലോ, അപ്പോൾ കുറിക്കണം ആളിൻ്റെ തൂക്കം 80 കിലോ, 8 റാത്തലെന്നാണെന്ന് പറയുക. അത് കഴിഞ്ഞ് ഇയാൾ ചെയ്ത തെറ്റെഴുതിയ ഓല കൂടി കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും ഈ തുലാസിലിരുത്തി തൂക്കുമ്പോൾ ഈ തുലാസിന് വ്യതിയാനം വരുന്നില്ലെങ്കിൽ ആൾ ക്ലീൻ. ഒരു ചെറിയ ഓല കൊണ്ട് ഒരു മനുഷ്യൻ കയറിനകത്തിരുന്നാൽ തുലാസ് താഴുവോ? താഴില്ല, ക്ലീൻ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും പോലും നടപ്പിലാക്കണ്ട. എത്ര ലാഘവത്തോടെയാ ഇത് മാറിയെന്നറിയണ്ടേ. മെക്കോളെ പ്രഭു ഇന്ത്യ ഭരിച്ചപ്പോൾ പുള്ളി ഈ നിയമങ്ങളെല്ലാം അങ്ങ് അഴിച്ചു പോണത്. അദ്ദേഹം കൊണ്ടെന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം. പലരും ഈ ഭരണഘടനയെ ശിക്ഷാ നിയമമൊക്കെ ഒന്നാണെന്ന് കാണുന്ന ആളുകളുണ്ട്. രണ്ടാണ്. IPC ഇന്ത്യൻ പീനൽ കോഡ്. പുള്ളി കൊണ്ടുവന്ന ഒറ്റ കാര്യം ചെയ്തു. ഇനി മുതൽ ബ്രാഹ്മൺ കുറ്റവാളിയില്ല, ക്ഷത്രിയൻ കുറ്റവാളിയില്ല, കുറ്റവാളിയേ ഉള്ളൂ, അവന് ശിക്ഷ 1. ഇത് പോയി. രണ്ടാം ഘട്ടം, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. അന്ന് ഏറ്റവും അധികം എതിർപ്പ് വന്നത് വില്ലങ്കേറിയും മറ്റും കലാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഏറ്റവും അധികം എതിർപ്പ് വന്ന ഇവിടുന്ന പശ്ചിമ ബംഗാളിൽ സംഭവിച്ചെന്താ? ഏറ്റവും അധികം എതിർപ്പ് വന്നത് ബ്രാഹ്മണസിൽ നിന്നാണ്. പക്ഷേ ദൈവയുടെ വലിയ മാറ്റം ഉണ്ടാക്കി. ഈ ബ്രാഹ്മണസിൽ ഏറ്റവും കൂടിയ സമൂഹമാണ് ചിത്പവൻ എന്നൊരു ഗ്രൂപ്പ്. ഈ ചിത്പവൻ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ബ്രാഹ്മണായിരുന്നു ഗാന്ധിജിയെ വെടിവെച്ച് വന്ന ഗോഡ്സെ. അപ്പോൾ ഗാന്ധിജി വെടിവെച്ച് വന്ന ഗോഡ്സെ ചിത്പവനാണ്. പക്ഷേ നമുക്ക് സന്തോഷം എന്നറിയോ, ആ നാട്ടിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി വിശ്വാസിയായി മാറിക്കൊണ്ട് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ആ ഗ്രൂപ്പിൽ നിന്ന്. അവർ വലിയ മാറ്റം വരുത്തി. നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ ഈ സതിയുടെ നിരോധനം എഴുതി വെച്ചിരിക്കുന്ന രാജാറാമോഹയുടെ പോരില്ല, അതൊന്നുമല്ല. പണ്ഡിത രമാബായിയാണ് സതി നിരോധനത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സ്ത്രീകൾക്ക് പുനരധിവാസം എന്ന ആശയം മുമ്പോട്ട് കൊണ്ടുവന്നത്. എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇതിന് ശേഷം ഇംഗ്ലീഷ് കലാലയങ്ങളൊക്കെ ശക്തിപ്പെട്ടു, പഠനം ശക്തിപ്പെട്ടു. ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ അവസ്ഥ എന്താ? സമ്പ്രതി വാർത്ത സുയന്തം. നമ്മളപ്പോഴേ നിർത്തും, 10 കൊല്ലം മുമ്പ് വരെ. ഇപ്പോൾ അതുമില്ല. എവിടെ പോയി സംഗതി? എവിടെ പോയി? അവനും പഠിക്കുന്ന എന്താ? ഇതാരാ ഈ കേരളത്തെ പഠിപ്പിച്ച്, ഇന്ത്യ പഠിപ്പിച്ച ആരാ പഠിപ്പിച്ചത്? നമ്മളാ. മനസ്സിലായോ? നമ്മളാ ഇത് പഠിപ്പിച്ചേ. മനുഷ്യനെ മനുഷ്യനാക്കിയത് നമ്മളാണ്. അക്ഷരം പഠിപ്പിച്ച നമ്മളാണ്. ആശയങ്ങൾ ലോകത്തിനോട് നമ്മളാണ്. ഞാൻ ഓർക്കുന്നു, ഒരു ചർച്ചയിൽ ജോൺ ബ്രിട്ടാസ് വെച്ചൊരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മൊത്തം പറയാൻ നേരം കിട്ടിയില്ല. ക്രിസ്ത്യാനിത്വം അന്ധവിശ്വാസമല്ലേ പഠിപ്പിച്ചത്? പെന്തുക്കോസുകാരും എല്ലാം ചേർന്ന് ആളുകളെ രോഗശാന്തിയുടെ പേര് തുള്ളിക്കല്ലേ? ഇതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്.
ക്രിസ്ത്യാനിത്ത ലോകത്ത് എവിടെ ചെന്നോ അവിടെയൊക്കെ ഉണ്ടായത് മാഞ്ചസ്റ്റർ സർവകലാശാലകളാണ്, അവിടെയൊക്കെ ഉണ്ടായത് ടെക്സാസ് യൂണിവേഴ്സിറ്റികളാണ്, അവിടെയൊക്കെ ഉണ്ടായത് ലോകപ്രസിദ്ധന്മാരായിട്ടുള്ള ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെയാണ്. നമ്മൾ കാണുന്ന പോലെ യോഗാദണ്ഡ് പിടിച്ച ഗുരുക്കന്മാരോ സമൂഹത്തെ താഴേക്ക് നയിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷങ്ങളോ പഠനങ്ങളോ അല്ല. ഇന്നും കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഇന്ത്യക്കാരൻ പഠിക്കുന്നത് തലകീഴായിട്ട് നിൽക്കാനാണെന്ന് വെച്ചാൽ യോഗ. മനുഷ്യൻ തലകീഴായി കിടക്കുന്ന എവിടെയാണെന്നറിയോ? അമ്മയുടെ ഉദരത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മളെ ഇവിടത്തിൽ കൊണ്ടുപോകുക 60 വയസ്സുള്ളവരെയും തിരിച്ച് അമ്മയുടെ ഉദരത്തിലേക്ക് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാൻ പഠിപ്പിക്കുകയാണ്. തിരിഞ്ഞു വരണം ഈ രൂപത്തിലേക്ക്, തിരിച്ച് പ്രാകൃതമായൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാണ് കാലഘട്ടം. ഇവിടെയാണ് നമുക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞത്. പട്ടിണിയുണ്ടെന്നോ കേവലം ബുദ്ധിമുട്ടുകളുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളോ കൊണ്ട് ഒതുക്കണ്ട. ഏറ്റവും വലിയ കഷ്ടതയുടെ നാളുകൾ വരുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നോ, ആരാക്രമിച്ചാലും അവസാന മുന വന്നുകൊള്ളുന്നത് നമുക്കിട്ടാണ്. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ വില ലോകത്തിന് മനസ്സിലാകും, നമ്മൾ ആരെന്ന് ലോകത്തിന് മനസ്സിലാകും. എല്ലാ ആക്രമണങ്ങളുടെയും ഒടുവിലത്തെ ശരീരങ്ങളായി ഇടങ്ങളായി നമ്മൾ മാറുന്നൊരു കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാനിതെന്തേ പറയാൻ കാരണം, ഈ അടുത്തൊരു കാലഘട്ടത്തിൽ നവോത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിക്കാനൊരു മറ്റൊരു വേദി എനിക്ക് കിട്ടി. നമ്മുടെ പാസ്റ്റർമാരങ്ങനെ പോകാറില്ല, എന്തോ പാപം പോലെയൊക്കെ അവർക്ക് തോന്നും. ഞാനവിടെ പോയിട്ട് അവരെ ക്ഷണം സ്വീകരിച്ച് പ്രസംഗിക്കാൻ ചെന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ മറ്റൊരു മതസ്ഥരെ മുറിവേൽപ്പിക്കുന്നത് ശരിയല്ല. കാരണം ഞാനൊരു ക്രൈസ്തവനാണ്, അതിൻ്റെ പക്വത പാലിക്കണം. ചെറിയൊരു ക്ലിപ്പ് മതി സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്താൻ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഈ സ്ത്രീകളുടെ ശബരിമല പ്രവേശം സംബന്ധിച്ചുള്ള വലിയ ചർച്ചയാണ്. ഞാനതിൽ യേസും നോയും ഒന്നും പറയാതൊരു പ്രസംഗം പറഞ്ഞ് ഇരിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഉത്തരവില്ലാഞ്ഞിട്ടല്ല, അവരെ ആരെയും വിഷമിപ്പിക്കണ്ട. അപ്പോൾ അധ്യക്ഷൻ ഞാൻ ചുരുക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുറിപ്പ് തന്നു. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആളുകളുടെ അഭിപ്രായം പറഞ്ഞില്ല, അത് പറഞ്ഞിട്ട് പോയാൽ മതി, അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് കൂടെ എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞ അഭിപ്രായം പറഞ്ഞേക്കാം, സ്ത്രീകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. നിങ്ങളെന്തിനാന്ന് ഈ വേണ്ടെന്ന് പറഞ്ഞെടുത്തോട്ട് എന്തിനു പോവാ, നിങ്ങൾ ഇങ്ങോട്ട് പോരും, ഒരു കുഴപ്പമില്ലോടെ, ഞങ്ങൾ കൈക്കൊണ്ടോളാന്ന് പറഞ്ഞു. ഒരു വിഷയമില്ല, കാര്യകാരണ സഹിതം പിന്നെ പറയാൻ ഒരു 10 മിനിറ്റ്. അല്ലെങ്കിൽ പുള്ളി പറഞ്ഞു തന്ന സമയമല്ലേ. നിങ്ങളെന്തിനാ വേണ്ടെന്ന് പറഞ്ഞെടുത്തോട്ട് ഈ കാടും മലയും കയറി വേഷം മാറി ചന്ദനവും തൂത്ത് കളറും തലമുയുടെ മാറ്റി ഇങ്ങനെ വിഷമിച്ച് പോകണം, അന്തസ്സായിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഒരു വിഷയമില്ല, നിങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു യേശുവുണ്ട്. ഈ സുവിശേഷം അങ്ങനെ മനുഷ്യരാശിയെ സ്നേഹിച്ച ലോകത്തിൽ തന്നെ കരുത്തുറ്റ വിമോചനത്തിൻ്റെ ചിന്തയാണ് ലോകത്തോട് പഠിപ്പിച്ചത്. നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ ചിന്തയാണ് സഹോദരങ്ങളെ. സത്യത്തിൽ നമ്മൾ സാമൂഹിക പരിഷ്കർത്താക്കൾ കൂടിയാണ്. നമ്മളാണ് നാടിന് മാറ്റമുണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടേക്കും ചെറുപ്പക്കാരെ കാണുന്നു, മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, ഈ നാടിനൊരു ഭാരമാകാത്ത, ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ഒരു യുവതയെ, ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞ സ്ഥാപനമാണ് പെന്തക്കോസ്ത് എന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം. നമ്മളിന്ന് കാണുന്നുണ്ട്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ പേരിൽ സിലക്ഷൻ എടുക്കുമ്പോൾ അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം തെരുവിലിറങ്ങിയിട്ട് മദ്യം നിരോധിക്കുന്ന ഗവൺമെൻറ്റിനാണ് ഞങ്ങളുടെ വോട്ട്. പക്ഷേ സ്വന്തം സഭയിലെ ഒരു കുടിയനെതിരെ നടപടിയെടുക്കാൻ ത്രാണിയില്ല. അപ്പോൾ നമ്മുടെ സന്തോഷം എന്താ? നമ്മുടെ ഇടയിലൊക്കെ അപൂർവമായിട്ട് അന്തിപ്പതിവായിട്ടൊന്ന് വീശുന്നവരൊക്കെ കണ്ടേക്കാം. പക്ഷേ എവിടെങ്കിലും പരസ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടൊരു കുടിയനുണ്ടെങ്കിൽ അവൻ്റെ പേര് നമ്മൾ നടപടിയെടുത്തിരിക്കും. ബോധ്യപ്പെട്ടാൽ രേഖാമൂലം ഒരു കുടിയൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവനകത്ത് ഉണ്ടാവില്ല, പോക്കാണ്. എന്താണ് കാര്യം? ന്യായമായി നിയമപരമായി മദ്യത്തിനെതിരെ, പുകവലിക്കെതിരെ, തിന്മകൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ഒരാദർശ സമൂഹമാണ് നമ്മൾ. വിശ്വാസമുണ്ടോ നമുക്ക്? സ്തോത്രം. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയ്. നമ്മളെ ചെറുതായി കാണാൻ നമ്മോട് ആര് പറഞ്ഞു? ഒരു വലിയ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ കുറവുകളിലല്ല, നമ്മുടെ ശക്തിയെക്കുറിച്ച് കൂടി നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാകണം. ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ കരുത്ത് ശക്തിയും ആയുധബലമോ അംഗബലമോ ഒന്നുമല്ല, സാമ്പത്തികം ഒന്നുമല്ല. നമ്മുടെ കരുത്ത്, വചനം പറയാണ്, നീ ദുർബലനാണ്, പക്ഷെ നീ എൻ്റെ വചനം നിഷേധിച്ചില്ല. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം നിഷേധിച്ചില്ല. വചനം നിഷേധിക്കാത്ത ഒരു മാനവികതയുടെ ഉത്ഭവമാണ് പെന്തക്കോസ്തിൽ നിന്ന് ഉടലെടുക്കേണ്ടത്. PYC പോലുള്ള പ്രവർത്തനങ്ങളിൽ ജാഗരൂകരായി വന്നിരിക്കുന്ന ലീഡേഴ്സ് മാത്രമല്ല, അതിൻ്റെ പ്രവർത്തകർ. ദൈവം നിങ്ങളെ ഏത് മണ്ഡലത്തിലാക്കിയോ ആ മണ്ഡലത്തിൽ നിലകൊണ്ടുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ, ഈ പുസ്തകത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അത് വർഗീയവാദമൊന്നുമല്ല, ഒരിക്കലും അങ്ങനല്ല. തീരെ വർഗീയവാദം ഇല്ലാത്ത സമൂഹമാണ് നമ്മൾ. എന്താ കാര്യം? മുസ്ലിമിനെയും ഹിന്ദുവിനെയും എന്നോടൊരിക്കൽ ചോദിച്ചു, ഈ ഭക്ഷണ നിയമങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരാളോട് പറഞ്ഞു, ഈ 4 കാലുള്ളതിൽ ഞങ്ങൾ കഴിക്കാത്തതിൻ്റെ ലിസ്റ്റ് പറയാം. കസേര, കട്ടിൽ, 4 കാലുള്ളതിൽ കഴിക്കാത്ത സാധനങ്ങൾ കസേര, കട്ടിൽ, മേശ, ഇതേ ഉള്ളൂ കഴിക്കാത്തത്.
പറന്നു പോകുന്ന വസ്തുക്കളിൽ നമ്മൾ കഴിക്കാത്തത് ഹെലികോപ്റ്ററോ എയ്റോപ്ലെയിനോ ഒക്കെ ഉള്ളു കഴിക്കാത്തത്. കടലിലോടുന്നതിൽ കപ്പലും വള്ളവും ഒഴിച്ച് ഏതും കഴിക്കുന്ന ആളുകളാണ് നമ്മൾ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കഴിക്കുന്നില്ലേ. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണ നിയമമോ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നമ്മൾ ഒരു ഐഡിയോളജിക്കൽ കമ്മ്യൂണിറ്റി, ആരോടും സഹവർത്തിത്വം പുലർത്തുന്ന ഒരു വിശാല സമൂഹമാണ്. എന്തേ പറയാൻ കാരണം, ആദിമകാല ക്രിസ്ത്യാനിത്വം നേരിഷ്ട കഷ്ടതകൾ കൂടി നമ്മൾ അറിവും വിദ്യയും ആർജിച്ച് ഇവിടെ വരെ വന്നു. ഇന്ന് നമ്മൾ ഒത്തൊരുമിച്ച് ഇവിടെ കൂടിയ ഈ ഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ നമ്മളെ ദൈവം വരമേൽപ്പിച്ചത് ഒരു ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശക്തി ലോകത്തിന് വിളംബരം ചെയ്യാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അതിൽ ഒറ്റപ്പെടലുകളൊക്കെ വരാം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം സഭാചരിത്രത്തിൽ, നമ്മുടെ ഈ ഭരണകൂടം നമ്മളെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, റോമിലും ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റോമൻ ഭരണകൂടം ഉപദ്രവിച്ചു ശക്തമായിട്ട്, യഹൂദന്മാർ ഉപദ്രവിച്ചു ശക്തമായിട്ട്. ഇബ്രാഹിം ലംഘനത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അതുതന്നെയാണ്. ഏറെ കഷ്ടതകൾ, പീഡകൾ കൂടി, ലോകത്തിന് ഏറ്റവും പീഡകളിൽ കൂടി വളർന്നു വന്നൊരു മാർഗമാണ് നമ്മുടേത്. ആരെയും മുറിവേൽപ്പിക്കാതെ, ആയുധമെടുക്കാതെ, ആരുടെയും ചോര ചൊരിയാതെ നമ്മൾ വളർന്നു വന്നൊരു മാർഗമാണ്. നമ്മളേറെ പീഡകളിൽ കൂടി കടന്നുപോയി, ഒറ്റപ്പെടകളിൽ, പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നുപോയി. നമ്മുടെ ആ ഘട്ടത്തിൽ നിന്ന് ഇവിടെ വരെയുള്ള വളർച്ചയുടെ ചരിത്രം പഠിച്ചാൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ തെളിവും സാക്ഷ്യവും ഉലകത്തിന് കൊടുക്കുന്നത് ഇത് സഹനങ്ങളിലൂടെ വളർന്ന ഒരു മാർഗമാണ്. സഹനം അടിയേറ്റും ഇടിയേറ്റുമൊക്കെ വളർന്ന മാർഗമാണ്. അതിൻ്റെ അർത്ഥം ജനാധിപത്യ അവകാശങ്ങളോ മനുഷ്യാവകാശങ്ങളോ നമ്മൾ അതിനുവേണ്ടി നിലകൊള്ളരുന്നല്ല. ഞാൻ കൈസറെ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജന്മാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ മാർഗദർശിയായി നിൽക്കുന്നു. നമ്മുടെ മനുഷ്യാവകാശങ്ങൾ വലുതാണ്. ഉദ്ഘാടകനായ കർത്തൃദാസ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ഈ ഘട്ടത്തിൽ റാന്നിക്കാരായ സഹോദരന്മാരുടെ ഒരു വിമർശനം പറയാതിരിക്കാൻ തരും. ഞാൻ ടിങ്കു ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ക്രൈസ്തവരുള്ള സ്ഥലമാണ് റാന്നി. പക്ഷെ പമ്പാ നദി സ്നാനമേൽപ്പിച്ചാൽ ഏതാണ്ട് ദോഷം വരുമെന്നാണ് പറയുന്നത്. സമ്മതിക്കുകയില്ല. നമുക്കെല്ലാം ഈ ബാപ്റ്റിസം സ്പോട്ട് ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ പമ്പാ നദി നമ്മുടെയും കൂടെ അല്ലേ. അവിടെ സ്നാനമേൽപ്പിക്കാം. പണ്ടൊക്കെ സ്നാനമേൽപ്പിക്കാതെ ഇപ്പോൾ പറ്റുകയില്ല, ഏതാണ്ട് പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം അറിയണമല്ലോ, നിയമപരമായിട്ട് എൻ്റെ കാരണം അറിയണ്ടേ. ഇത്തരം യുവശക്തികളൊക്കെ ചെന്നിട്ട് അവിടെ സ്നാനമേൽക്കാൻ തയ്യാറാകണം അടുത്ത തലമുറയെ കൂട്ടിക്കൊണ്ടുപോയിട്ട്. അങ്ങനെ ഭയപ്പെട്ടിരുന്ന് പ്രചരിപ്പിക്കേണ്ട ആശയമൊന്നുമല്ല ഇത്. ഞാൻ കണ്ടൊരു കാഴ്ച, ചിലരൊക്കെ ഈ ട്രാക്ട് കൊടുക്കാൻ പോയിട്ട് അവർ തല്ലുകൊള്ളുന്നു. ഒടുവിൽ ഇവർ പിടിച്ചിട്ട് ഈ ബൈബിളൊക്കെ തന്നിട്ട് നമ്മളെ കൊണ്ട് പറയാം, അത് കീറാൻ പറയും. കീറാൻ പറഞ്ഞിട്ട് പറയുകയാണ്, ജയ് ശ്രീറാമോ ഇങ്ങനെ വിളിക്കാൻ പറയും. അടിക്കാൻ തിരിച്ചടിക്കാനും നമുക്ക് വഴിയില്ല. പക്ഷേ ഒരു കാര്യം, ഇത് കീറാൻ പറഞ്ഞാൽ പ്രാണൻ കൊടുത്തിട്ടും പറയണം നോ, അല്ലാത്തവൻ ഇതും കൊണ്ട് പോകല്ലേ സാക്ഷ്യത്തിന്. ആ ധൈര്യവും ഉറപ്പില്ലാത്തവൻ പോകരുത്. ഈ നാവ് കൊണ്ട് അവസാന നിമിഷം വരെ ഞങ്ങൾ ഒരുവനെ വിളിക്കൂ, അത് യേശു കർത്താവിനെയാണ്. ഹല്ലേലൂയ. സകല മുഴങ്കാലും മടങ്ങുന്നവൻ്റെ നാമമല്ലാതെ ദൈവം എന്ന നിലയിൽ ആരുടെയും നാമം ഉച്ചരിക്കാൻ നമുക്ക് അവകാശമില്ല. അതാണ് നമ്മുടെ സാക്ഷ്യം. അതിൻ്റെ പേരിൽ പീഡയും ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ട്, സാധിക്കില്ല. ഞാൻ അത്തരം ബൈബിൾ കീറിയ ആ സമയത്ത് ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ലൈവ് ഞാൻ ഇവരൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളോട് വിരോധിച്ചല്ല, ഒരു വിരോധവും ഈ രാജ്യത്ത് ആരോടുമില്ല. പക്ഷെ ഒന്നുറപ്പാക്കി പറയാം, ഞങ്ങൾ സാമൂഹ്യവൽക്കർത്താക്കളെ, ചിന്തകന്മാരെ ഒക്കെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്തിനാ അവരെ ആദരിക്കാതിരിക്കുന്നത്? അവരെല്ലാം ഉലകത്തോട് നന്മ പഠിപ്പിച്ചവരാണ്. അത് തെറ്റല്ല. ശ്രീ മന്നത്ത് പത്മനാഭൻ ക്രൈസ്തവരെ കണ്ട് അനുകരിച്ചാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചത്. അതൊരു അവരുടെ സമൂഹത്തിന് തന്നെ വലിയ മാറ്റമുണ്ടാക്കിയ സ്ഥാപനമാണ്. അതുവരെയുള്ള നായന്മാരുടെ ജീവിതാവസ്ഥ വളരെ മോശമായിരുന്നു, വളരെ കഷ്ടമായിരുന്നു. ജനിച്ചു വീഴുന്ന കുട്ടിയുടെ അപ്പൻ ആരെന്ന് പോലും നിർവചിക്കാനാവാത്ത വിധം സംസ്കാരശൂന്യമായ ഒരു പശ്ചാത്തലമുള്ളവരായിരുന്നു. അദ്ദേഹമാണ് അതിന് മാറ്റമുണ്ടാക്കിയത്. നോക്കണം എന്ന് പറഞ്ഞാൽ, പൗരാണികമായ നായർ തറവാടുകളിലൊക്കെ ഈ ഒരു വിവാഹം കഴിച്ച നായരുള്ളപ്പോൾ തന്നെ അവിടേക്ക് നമ്പൂതിരിമാർക്ക് യാതൊരു വിലക്കും കൂടാതെ ആ വീട്ടിൽ വന്ന് സന്താനോൽപാദനം നടത്താമായിരുന്നു. ജനിച്ചു വീഴുന്ന കുട്ടി ആരെന്ന് നിയമപരമായിട്ടാണ്, അല്ലാതെ നിയമവിരുദ്ധമായിട്ടല്ല വരുന്നത്. ഇത്തരം സ്ഥിതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് സമൂഹത്തെ മാറ്റിയെടുത്ത ആളാണ്. നമുക്ക് അദ്ദേഹത്തെ ആദരിക്കുന്ന എന്താ കുഴപ്പം? നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നു, സാമൂഹ്യ പരിഷ്കർത്താക്കളെ ആദരിക്കുന്നു. ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് അന്നത്തെ തിന്മകൾക്കെതിരെ പോരാടിയ ഒരാളാണ് ശ്രീ നാരായണ ഗുരു. നമ്മളിതിനെ അനാദരിക്കുന്നു. ഞാനത് ഉറക്കെ പറയാറുണ്ട്. നമുക്കിവരൊക്കെ ആദരിക്കാൻ സാധിക്കും, ആദരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. അവർ നമ്മുടെ കൂടി സാമൂഹിക പരിഷ്കർത്താക്കളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ ആരാധിക്കില്ല. ദൈവമുഴ ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കില്ല. അതാണ് പെന്തക്കോസ്ത് നിലപാട്, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നിലപാട്. ഈ ഒറ്റ നിലപാടിൻ്റെ പേരിൽ നാം ഏറ്റെടുക്കേണ്ടി വരുന്ന ആ ക്രൂരമായ ആക്രമണങ്ങളും പ്രതിസന്ധികളും ഒക്കെ വല്ലാതാകുന്നൊരു കാലത്ത് വന്നിരിക്കുകയാണ്.
ആക്രമിക്കപ്പെടുന്നു ഹാളുകൾ. നമ്മുടെ അടുത്ത കാലത്ത് കണ്ടു തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളുമൊക്കെ ദൈവദാസന്മാർ ആക്രമിക്കപ്പെടുന്നു, ഹാളുകൾ ആക്രമിക്കപ്പെടുന്നു. അല്പമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് മധുരാങ്കൂറിലാണ്. ഒരുപക്ഷെ അതിൻ്റെ കാരണം സാറ് മുമ്പേ സൂചിപ്പിച്ച പോലെ, ബഹുമാന്യ കർത്തദാസൻ ബ്ലസിൻ ജോൺ മലയിൽ ഓർപ്പിച്ച പോലെ, ഒരുപക്ഷെ നമുക്കിവിടെയുള്ള ശക്തിയാകണം അതിൻ്റെ കാരണം, ഇവിടെയുള്ള അംഗസംഖ്യ ആയിരിക്കണം അതിൻ്റെ കാരണം. നമ്മൾ ഏറ്റവും ദുർബലരായ ഇടങ്ങളുണ്ട്. കണ്ണൂരിൻ്റെ മേഖലയിലൊക്കെ ചെല്ലുക, 32 പഞ്ചായത്തുകളിൽ യേശു ആരെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ട്. ഒരു കത്തോലിക്ക സഭ പോലും ഇല്ലാത്ത 32 പഞ്ചായത്തുകളുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ. ഞാനത് കിട്ടും നടുങ്ങിപ്പോയി, അവിടുത്തെ അവസ്ഥ കിട്ടും നടുങ്ങിപ്പോയി. എന്തേ പറയാൻ കാരണം, ഇവിടെയൊക്കെ ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്താൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ക്രൈസ്തവ സാക്ഷ്യം ഒരു മതവിശ്വാസം പോലെ തീവ്രതയാർന്ന ഒരു ബോധമായി നിലനിർത്തുകയല്ല, ഈ ക്രിസ്ത്യാനിറ്റി പ്രചരിക്കുന്നതോടെ നാടിൻ്റെ സ്ഥിതിക്ക് കൂടി മാറ്റം വരികയാണ്. ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചിന്ത നിർത്തിക്കൊള്ളാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരി, ശരിക്കും പെൺകുട്ടികൾ ഏറെ കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നു. ഇവർ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഓർത്തേ. ഈ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏറ്റവും തെറ്റായൊരു പ്രവണത പ്രചരിക്കുകയാണ്. ഇസ്ലാമിക സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്ത്രരൂപേണ സമീപിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളൊരു ഉപദേശപരമായ വെല്ലുവിളി നേരിടുന്നുണ്ട്. അതിലൊന്ന്, ഇത്തരം കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പഠിക്കാനെന്ന രൂപേണ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, ആ ആളുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ ഈ വിശ്വാസമൊക്കെ എന്താ, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നിഷ്കളങ്കയായ നമ്മുടെ കുട്ടി പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, വിഗ്രഹാരാധനയില്ല. എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയും, യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയും ഉണ്ട്. വാക്യെന്താ? അവർ വാക്യം തരുന്നതും വാക്യം കിട്ടത്തില്ല, കിടന്ന് വിഷമിക്കും. ചോദിച്ച് യേശു ദൈവമല്ല മനുഷ്യനാണെന്ന് സ്ഥാപിക്കും. ഘട്ടമായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് യേശുവിനെ ഏറെ ആദരിക്കുന്നൊരു മതം ഇസ്ലാമാണ്. അതുകൊണ്ട് യേശു ആദരിക്കപ്പെടുന്നവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്, പക്ഷേ ദൈവമല്ല, പ്രവാചകനാണ്. ഇങ്ങനെ ചെറുതാക്കി വളഞ്ഞ വഴിക്കൂടി ഈ പെൺകുട്ടിയുടെ മനസ്സിനെ ആവഹിച്ച് മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി അനുഭവങ്ങൾ ബാംഗ്ലൂരിലുമൊക്കെ പഠിക്കാൻ വിട്ട കുഞ്ഞുങ്ങളാണ്. മക്കളെ, നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന യേശുവിൻ്റെ മഹത്വം പഠിച്ചു മാത്രം അറിഞ്ഞവരല്ല, അനുഭവിച്ചുകൂടി അറിഞ്ഞവരാണ്. ആത്മനിറവിന് ശക്തി അനുഭവിച്ചതുകൊണ്ടാണ് അനവധി പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ പ്രവചനം കേട്ടിറങ്ങിയവരുടെ തലമുറയാണ്, അന്യഭാഷ പറയുന്നവരുടെ തലമുറയാണ്, വെളിപ്പാടുകളുടെ ജ്വലനം കണ്ടവരുടെ തലമുറയാണ്, ദൈവശബ്ദം കേട്ടവരുടെ തലമുറയാണ്, രോഗശാന്തി കിട്ടിയവരുടെ തലമുറയാണ്, രോഗശാന്തി അനുഭവിച്ച പൂർവികന്മാരുടെ തലമുറയാണ്. ഈ സത്യത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങേണ്ടി വന്നപ്പോൾ വാടക വീട് പോലും കിട്ടാതെ ജീവിതത്തിൻ്റെ ദുഷ്കരമായ കാലാവസ്ഥയിൽ കൂടി കടന്നുപോയ പൂർവികന്മാരുള്ള അനുഭവ സമ്പത്തുള്ള ഒരു തലമുറയാണ്. ഒരു വാദപ്രതിവാദത്തിൻ്റെ മുമ്പിൽ ഒന്നും വെച്ചു കൊടുക്കാനാവാതെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ അന്തൻ പറഞ്ഞല്ലോ മറുപടി പറയണം. അവൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്നറിയാം, എനിക്ക് കാഴ്ച കിട്ടി. നീ ഒരു പണ്ഡിതനല്ലെങ്കിലും കഴിവില്ലെങ്കിലും ഒരു ബൈബിൾ വാക്യം കിട്ടിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പോടെ പറയാം, ഹല്ലേലൂയ, ഒറ്റക്കാര്യം കൃത്യതയോടെ പറയാം, ഞാൻ അവനെങ്ങനെയുള്ളവനെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു കാര്യം, ഇന്നലെ വരെ ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാണാം. ഈ കാഴ്ചപ്പാടുകളുടെ ജ്വലനം നിങ്ങളുടെ എല്ലാം ഉള്ളിലുണ്ടാകട്ടെ. അത്തരം അറിവുകളുള്ള ആളുകളുടെ അരികിലേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടാൽ മതി. എൻ്റെ പൊന്നെ, എനിക്കിതൊന്നും അറിയില്ല, ഇത് അറിയാവുന്ന ആളുകളെ ഞാൻ കോൺടാക്ട് ചെയ്ത് തരാം, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുക. ഇത് കേൾക്കാൻ പോലും നിൽക്കരുതേ കുഞ്ഞുങ്ങളെ. കാരണം നമ്മൾ ക്രിസ്ത്യാനിത്വം നമ്മൾ അറിഞ്ഞത്, ആർജിച്ചത് വലിയൊരു അനുഭവമാണ്. അതിൻ്റെ ഒരു കാര്യം കൂടെ, ഈ ലോകം മുഴുവൻ നമ്മളൊന്ന് പരതിയാൽ എല്ലാ മതസമൂഹവും ഇന്ന് ഏകഭാര്യ ഭർത്തൃബന്ധം, അത്ര ഒരു കുടുംബമാണ്. ഇസ്ലാമാണെങ്കിലും ഇന്ത്യയിൽ, കുറഞ്ഞ പക്ഷം കേരളത്തിലെങ്കിലും അതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. എങ്ങനെ ലോകത്തിന് ഈ പഠനം കിട്ടിയേ? ക്രിസ്ത്യാനിത്വമാണ് ഈ പഠനം ലോകത്തിന് കൊടുത്തത്. അപ്പോൾ അവർ കണ്ടു ഇതിൻ്റെ മാറ്റം എന്താ, പവിത്രത എന്താണെന്ന് കണ്ടു. 6-7 ഭാര്യമാരുള്ള അറബി കൾച്ചർ, 1-ലധികം ഭർത്താക്കന്മാരുള്ള ഭാരതീയ സംസ്കാരം, ഇതെല്ലാം കണ്ടപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ ഒരു കുടുംബ സംവിധാനം ചിട്ടപ്പെടുത്തിയിട്ട് കുടുംബനാഥന് കീഴിൽ ചിട്ടയോടെ വളരുന്ന മക്കളെയും സംവിധാനങ്ങളെയും ഒക്കെ ഇവിടെ സ്ഥാപിച്ച് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇതാ ജീവിതം. ക്രമേണ ഇവരും അത് വിട്ട് നമ്മളെ അനുകരിക്കാൻ തുടങ്ങി. മനസ്സിലായോ? നമ്മളെ അനുകരിക്കാനാ ലോകം തയ്യാറായത്, നമ്മളെ പഠിക്കാനാ ലോകം തയ്യാറായത്, നമ്മളാ ഉലകത്തെ പഠിപ്പിച്ചത് ഈ വഴിയും കാര്യങ്ങളുമൊക്കെ. ഈ ചിട്ടയിലേക്ക് ലോകം വരുമ്പോൾ ഇന്നിതാ സ്വതന്ത്ര ചിന്ത എന്ന പേരിൽ ആളുകൾ മറ്റൊരു ചില ശൈലികളിലേക്ക് മാറിപ്പോകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. കാലികമായി അതിൻ്റെ ഉപയോഗം തടയാൻ ഇനി ആവില്ല, പക്ഷേ അതിനെ ഗുണകരമായൊരു നിലയിലേക്ക് മാറ്റി പരാവർത്തനം ചെയ്യാൻ കഴിയുന്ന വിധം നമ്മുടെ സംവിധാനങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കഷ്ടം നിറഞ്ഞ, കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയിലൂടെയാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഇനിയുള്ള യാത്ര എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അത്രമാത്രം വല്ലാത്തൊരു നിലയിലേക്ക് ലോകം പോകുമ്പോൾ ഈ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കണം. ബ്രദർ ബ്ലസിൻ ജോൺ മലയിൽ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ അംഗസംഖ്യ എത്ര?
നമ്മൾ വളർന്നില്ല. അതൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറയാറുണ്ട്, ഈ ഇന്ത്യ സുവിശേഷീകരിക്കുക എന്നൊന്നും ബൈബിൾ പ്രചരിപ്പിക്കുക എന്നും ബ്രിട്ടീഷുകാരനൊരു താല്പര്യമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു. ഇനി ബ്രിട്ടീഷുകാരൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നതിൽ ഇന്ത്യ ഇങ്ങനെ കിടക്കുമോ? അവൻ നിശ്ചയിച്ചതാ. അവനങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി ഇതല്ല, കളി മാറിയനെ. ഒരു കണക്കിനത് നന്നായി. കാരണം ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് ആളുകളെ ക്രൈസ്തവൽക്കരിക്കേണ്ട ആവശ്യമില്ല. അടിസ്ഥാനമുള്ളൊരു ക്രിസ്ത്യാനിത്വം നമ്മുടെ കയ്യിൽ കിട്ടി. എന്താകണമെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാട് കിട്ടി. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു കാര്യമുണ്ട്. ഓരോ ദൈവമക്കളും ഓരോ മിഷനറിമാരാകണം. പ്രൈസല്ലോ, അതിന് മനസ്സുണ്ടോ? അതിന് സാധിക്കുമോ? ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഞാനേറെ പഠിക്കാൻ ശ്രമിച്ച ഒരാൾ ഐസക് ന്യൂട്ടനാണ്. അതിൻ്റെ കാരണം അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്. അദ്ദേഹം ബൈബിൾ പഠിക്കാനാണ് കൂടുതൽ സമയം വേർതിരിച്ച്. ബൈബിളിലെ വെളിപ്പാട്, അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനങ്ങൾക്ക് കമൻ്ററി എഴുതിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അത്രമാത്രം ബൈബിൾ പഠിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിലൂടെ ഞാൻ നാളെയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഏതെങ്കിലും മണ്ഡലത്തിലെത്തുന്ന യൗവനക്കാരെ കാണുന്നു. എൻജിനീയേഴ്സിനെ, ഡോക്ടേഴ്സിനെ, കളക്ടേഴ്സിനെ, സിവിൽ സർവീസ് മേഖലകളിലൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ എത്തപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കാണും. നിങ്ങൾ എവിടെപ്പാലും ഓർക്കണം, നിങ്ങളൊരു മിഷണറിയാണ്. യേശുവാണ് നിങ്ങൾ അവിടെ ആക്കിയിരിക്കുന്നത്. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഉപജീവനത്തിന് വേണ്ടി മാത്രം ഞാനിവിടെ അയക്കപ്പെട്ടത് യേശുവിന് വേണ്ടിയാണ്, യേശുവിൻ്റെ സാക്ഷിയാകാനാണ്, ഏറ്റവും കൃത്യതയോടെ ചെയ്യാൻ. ഈ PYCക്കും അത്ര വലിയ ലക്ഷ്യമുണ്ടാകട്ടെ. നമ്മുടെ കുട്ടികളിൽ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും അതുപോലെ മെഡിക്കൽ ലൈനിൽ മാത്രം നിൽക്കുന്നവരല്ല വേണ്ടത്, സിവിൽ മേഖലകളിലൊക്കെ വേണ്ടുന്ന ആളുകളുണ്ട്. നമുക്കിടയിൽ നിന്നുണ്ടാകണം. ഞാൻ അല്പം തമാശ നിറഞ്ഞതും അപ്പോൾ തന്നെ കാര്യപ്രസക്തമായ ഒരു കാര്യം പറയാം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം മേഖല ഭരിക്കുന്ന, ഇത് ലൈവ് ചെയ്തേ, ADGP ഉണ്ട്. അദ്ദേഹം ആരാന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ത്തിൻ്റെ അനുഭവത്തിൽ രസകരമായൊരു കാര്യമുണ്ട്. നമ്മുടെ ആശാരി ഉപദേശി അദ്ദേഹത്തിൻ്റെ ആ രീതി ശൈലി നമുക്കറിയാമല്ലോ. അദ്ദേഹം കൂടത്തി എന്നിട്ട് ഈ പോലീസുകാരുള്ള വിരോധം നിമിത്തം പറഞ്ഞു, ഞാൻ സാക്ഷ്യം എടുക്കാൻ പോയപ്പോൾ പോലീസുകാർ മോശമായിട്ട് ഇടപെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്കൊരു 3-4 DGP വേണം, SP വേണം, എനിക്ക് SI വേണം, SI ആകാൻ ആഗ്രഹമുള്ളതെല്ലാം എണ്ണിക്കാൻ പറഞ്ഞു. കൊച്ചു പിള്ളേരോട് എഴുന്നേറ്റ് തന്നു. പോലീസാകാൻ അങ്ങനെ എണ്ണീപ്പിച്ചെടുത്തിയ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഈ പുള്ളി. ആലോചിച്ച് നോക്കി. അദ്ദേഹം ഇന്ന് ദൈവം അനുവദിച്ചാൽ അടുത്ത ഘട്ടത്തിൽ 1ാമത്തെ ശബ്ദമായിട്ട് മാറുക. ആ മണ്ഡലത്തിലെ ബെഹ്റയ്ക്ക് ശേഷം അവസരമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. എന്തേ പറയാൻ കാരണം, പ്രതീക്ഷകൾ ചെറുതല്ല, അത് വലുതായിരിക്കണം. വലിയ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കുണ്ടാകണം. PYC എന്ന പ്രവർത്തനം കേവലമൊരു ആവേശത്തിൻ്റെ പേരിൽ ഉണ്ടായതല്ല, മറിച്ച് അതിന് താത്വിക അടിത്തറ ഉണ്ട്, അതിന് ലക്ഷ്യമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയും വിധം നമുക്ക് ഒരുമിച്ച് പോരാടണം. മുതിർന്നവരായ കുല സഹോദരന്മാരെയും പാസ്റ്റർമാരെയും ഞാനിവിടെ കാണുന്നു. ഈ ചെറുപ്പക്കാർക്കൊപ്പം അവരുടെ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ മുന്നിട്ടിറങ്ങുമ്പോൾ അവർ ഉയർത്തുന്ന യേശുവിനെ ഉയർത്താൻ അവർക്കൊപ്പം നമുക്കും ജാഗരൂകരായി മുന്നിട്ടിറങ്ങാനുള്ള ആ പ്രതിജ്ഞാബദ്ധതയും താല്പര്യവും പിന്തുണയും നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ക്രിസ്ത്യാനിത്വത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്, പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെ തനിമയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഉത്കടമായ ആ ബോധത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. സകല നന്മകൾക്കും കാരണഭൂതനായ ദൈവം അവരുടെ പ്രവർത്തനങ്ങളെ മേൽക്കുമേൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ചർച്ച് ആക്ടിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ പറയണോ? അപ്പോൾ നമ്മളെ ചർച്ച് ആക്ടിനെക്കുറിച്ച് 2-3 മിനിറ്റ് ഒന്ന് സംസാരിച്ചുകൊണ്ട് ഉപസംഹരിക്കുക, അതാണ് നല്ലത്. കേട്ടോ, ഇതിനിടയ്ക്ക് ഇത് കേട്ടിട്ടുള്ള എത്ര ആളുകളുണ്ട്? നമ്മൾ ചെറുതായിട്ട് ചോദിച്ചില്ല. ചർച്ച് ആക്റ്റും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേട്ടല്ലോ, കേട്ടിട്ടുള്ളല്ലോ. ചർച്ച് ആക്ട് എന്നൊന്ന് കേട്ടോ? ഇന്ന് കൈപൊക്കിക്കുക ചർച്ച് ആക്ടിനെ കുറിച്ച്. അടച്ചു വെച്ചു, മറിഞ്ഞു വീഴാതെ. ശരി, എന്താണ് ഈ ചർച്ച് ആക്ട്? 2009 ബഹുമാനായ VR കൃഷ്ണയ്യർ അധ്യക്ഷനായിക്കൊണ്ട് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അധ്യക്ഷനായിരുന്നു കൊണ്ട് ഒരു നിയമപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നു. ആ കമ്മീഷൻ കേരളത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളെക്കുറിച്ച് നടത്തിയ അവലോകനത്തിൽ ക്രിസ്തീയ സഭകൾ, ആ പേരിൽ എപ്പിസ്കോപ്പലും നോൺ എപ്പിസ്കോപ്പലും, എപ്പിസ്കോപ്പൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, പൗരോഹിത്യം
ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ചർച്ചുകൾ. സത്യത്തിൽ നമ്മളും പൗരോഹിത്യം അംഗീകരിക്കുന്ന ചർച്ചാണ്, നമ്മളത് അതിനല്ലെന്ന് പറയുന്നത്. നമുക്ക് എപ്പിസ്കോപ്പസി ഉണ്ട്, രാജകീയ പൗരോഹിത്യം. ആരും നമ്മൾ എപ്പിസ്കോപ്പൽ അല്ലെന്ന് പറയണ്ട. എന്നാൽ സമൂഹ ദൃഷ്ടിയിൽ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ലേമൻ ഗാദറിംഗ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. ഈ സഭകളുടെ സ്വത്ത് വ്യവഹാരം സംബന്ധിച്ചുള്ള ഒരു പഠനം നിർവഹിക്കുകയുണ്ടായി. അത് വളരെ ചർച്ചയും പഠനവും നടത്തിയ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷം സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KT തോമസ് അദ്ദേഹം ഇതിൻ്റെ ചുമതലയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ചുമതലയിലേക്ക് വന്ന് കുറേക്കൂടി പരിഷ്കരണങ്ങൾ വരുത്തി. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ഈ കാര്യം സംസാരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അവസരമുണ്ടായി. ഭേദഗതി, എൻ്റേതായൊരു ഭേദഗതിയൊക്കെ പറഞ്ഞു. ആ ഘട്ടത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ഭേദഗതി ഉൾക്കൊള്ളിച്ചോ എന്ന് എനിക്കറിയില്ല, പുതിയ കരട് ഞാൻ കണ്ടില്ല. അതിൽ അന്നുണ്ടാക്കിയ കരട് പഠിച്ചു. അതിൽ ചാപ്പലുകൾ, സെമിട്രികൾ, ഓർഫനേജുകൾ, സെമിനാരികൾ ഇത്യാദി സ്ഥാപനങ്ങൾ ക്രൈസ്തവ സഭയ്ക്കുണ്ട്. ഈ സ്ഥാപനങ്ങൾ ഓരോന്നും എവിടെയാണോ നിലകൊള്ളുന്നത് അവിടെയുള്ള ലോക്കൽ ചർച്ച്, ആ ലോക്കൽ ചർച്ചിന് കീഴിൽ ഒരു കമ്മിറ്റി എടുക്കണം, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. നിലവിലുള്ള ട്രസ്റ്റ് പോരാ. ഉദാഹരണം IPC ഇപ്പോൾ ഒരു ട്രസ്റ്റല്ല, സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി അവിടെ നിൽക്കട്ടെ, അത് അതിൻ്റെ പ്രവർത്തനം തുടരട്ടെ. അപ്പോൾ തന്നെ ലോക്കൽ IPC, ഇവിടെയുള്ള ചർച്ച്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന് കീഴിലുള്ള സഭകളെ എടുക്കാം. ഇപ്പം ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ഒരു ട്രസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കീഴിലുള്ള ഒരു ചർച്ച്, ആ ചർച്ച് ഇവിടെ, അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ ചർച്ച് കോഡ് ഇവിടെ ചർച്ചുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സെമിനാരി അവരുടേതെങ്കിൽ അതിൻ്റെ ഭരണത്തിന് വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. അതിൽ ലോക്കൽ സഭകളിലെ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് ആളുകളെ വെച്ചുകൊണ്ട് ഒരു ഭരണസമിതി എടുത്ത് അവർ വേണം അത് കൊണ്ടുപോകാനും അതിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മുഴുവൻ കാര്യവും അവരാണ് ചെയ്യേണ്ടത്. വിൽപ്പന അവരിലൂടെ നടക്കാവൂ. അടുത്ത ഒരു ക്ലോസ്, ഒരു വിധത്തിലും ഇത് മെത്രാന്മാരുടെയോ അങ്ങനെയുള്ള ഒരു ആളുടെ ഇംഗിതത്തിന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്താൻ പാടില്ല, മതമേലധ്യക്ഷന്മാരുടെ. അപ്പോൾ കൂടാതെ ഈച്ച് ലോക്കൽ ചർച്ച് ഷുഡ്, എല്ലാ ലോക്കൽ ചർച്ചും നിർബന്ധമായും തങ്ങളുടേതായൊരു ബൈലോ വേറെ ഉണ്ടാക്കണം ഈ സ്ഥാപനം നടത്തിപ്പിൽ. അപ്പോൾ ജനറൽ ഒരു ബൈലോ ഉണ്ട് സഭകൾക്കെല്ലാം കീഴിൽ, അതിന് കീഴിൽ ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്ന് സംബന്ധിച്ചുണ്ടാകണം. ഇതിൻ്റെ മോണിറ്ററിങ് കൃത്യമായിരിക്കണം. ഇതിന് ശേഷം വാർഷിക കണക്കുകൾ ജനറൽ കൊടുക്കുന്നത് കൂടാതെ ഈ ലോക്കൽ സഭ ഗവൺമെൻറ്റിന് കൊടുക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഒരു നിരീക്ഷണത്തിന് കീഴിലായിരിക്കും ഇത് പോവുക. ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും സഭാവിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടായാൽ ഒരു ട്രൈബ്യൂണൽ ഉണ്ടാകും. അത് ആ ട്രൈബ്യൂണൽ ഇതിൻ്റെ വകുപ്പ് 8 അനുസരിച്ചാണ് പറയുന്നത്, വ്യവസ്ഥ 8. എനിക്കതിൽ ഏറ്റവും അപകടകരമായി തോന്നിയതും അത് തന്നെയാണ്. ആ ട്രൈബ്യൂണൽ ഏകാംഗ ട്രൈബ്യൂണലാകാം, 3 പേര് വരെ ആകാം. ആ ട്രൈബ്യൂണലിൽ ഇരിക്കുന്ന ആൾ ഹൈക്കോടതി ജഡ്ജിയുടെ റാങ്കുള്ള, അല്ലെങ്കിൽ അവിടേക്ക് ക്വാളിഫൈഡ് ആയ ഒരു അഡ്വക്കേറ്റോ 2-3 പേര് കൂടുന്ന കൊളീജിയമോ ആകാം. അവരുടെ വിധിയെ ചലഞ്ച് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിയിലേ പറ്റൂ. അപ്പോൾ കാരണം ഇവർ ഹൈക്കോടതി ജഡ്ജിമാരുടെ പദവിയാകയാൽ അവിടെ അതിന് മീതെ നമുക്ക് സാധിക്കും. കൂടാതെ ഇത് എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒരു നിരീക്ഷണത്തിൽ, മുസ്ലിങ്ങൾക്കും ഇതേ വഖഫ് ബോർഡ് ഉള്ളതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലേക്ക് അമ്പലങ്ങളെയും സംവിധാനങ്ങളെയെല്ലാം കൊണ്ടുവന്നതുപോലെ ക്രൈസ്തവ സഭകളെ ഒരു ബോർഡിന് കീഴിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നിർദ്ദിഷ്ട ചർച്ച് ബില്ലിൻ്റെ ഒരു ഏകദേശ രൂപം. മനസ്സിലായോ? ഏറ്റവും അടുത്ത കാലത്ത് ഇത് ഉണ്ടാകാൻ കാരണം കത്തോലിക്ക സഭ നടത്തിയ ഒരു വിവാദ ഭൂമി ഇടപാടാണ്. ആ ഭൂമി ഇടപാട് വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല സന്ദർഭം എന്ന് ഭരണകൂടത്തിന് തോന്നി. 2009 ഇത് VR കൃഷ്ണയ്യർ മുമ്പോട്ട് വെക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ജസ്റ്റിസ് KT തോമസ് ആയി അധ്യക്ഷൻ. ഇതിനിടയ്ക്ക് VS സർക്കാർ വന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നു,
പലരും വന്നെങ്കിലും ഇത് പൊടി തട്ടിയെടുക്കാൻ ഒരല്പം പാടുപെട്ടു. കാരണം ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള എതിർപ്പ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ മലങ്കര അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ആക്ട് ബിൽ എന്ന പേരിൽ മക്കാബി എന്നൊരു സംഘടന കാത്തലിക്സുകൾക്കിടയിലുണ്ട്. ആ മൂവ്മെൻറ്റുകൾ ജനങ്ങൾക്കിടയിൽ ശക്തമായി ഇത് നടപ്പിലാക്കണം എന്നവരും നടപ്പിലാക്കരുത് എന്ന് മറ്റൊരു വിഭാഗവും വലിയ ശണ്ട കൂടുന്ന ഒരു കാലഘട്ടമാണ്. ഇത് നടപ്പിലാക്കണോ വേണോ? ഇതിനിടയ്ക്കൊരു വ്യാജ വാർത്ത കൂടി പ്രചരിക്കുന്നുണ്ട് നമുക്കെതിരെ. അതൊന്ന് കേൾക്കാനുണ്ട്. ചില സഹോദരന്മാർ പ്രചരിപ്പിക്കുന്നത് ഈ പെന്തിക്കോസ് സഭകൾക്ക് അംഗീകാരം ഇല്ല. തെറ്റായിട്ട് പറയുന്നൊരു കാര്യം അത്. അതും ഈ കെ ടി തോമസിൻ്റെ അരികിൽ ഞാൻ നേരിട്ട് സംസാരിച്ച് 15 മിനിറ്റാണ് അദ്ദേഹം അതിനുവേണ്ടി തന്നത്. പക്ഷേ നമ്മുടെ വിശദീകരണത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ അദ്ദേഹം അഡീഷണൽ തന്നുകൊണ്ട് അത് കേൾക്കാൻ തയ്യാറായി. അപ്പം അദ്ദേഹം തന്നെ പറയുന്ന കാര്യം അനുസരിച്ച് ഭരണഘടനയിലെങ്കിലും എപ്പിസ്കോപ്പലെന്നോ അല്ലെങ്കിൽ കത്തോലിക്കരെന്നോ ഒന്നും പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയുടെ കോപ്പി നമുക്കിവിടെ അവൈലബിൾ ആണല്ലോ, റാന്നി തന്നെ കിട്ടും. അതിൽ പെന്തിക്കോസിലെ ക്രിസ്ത്യനേ ഉള്ളൂ. ക്രിസ്ത്യൻസ്. ഇനി പുതിയ ചർച്ച് ബില്ലിൽ ക്രിസ്ത്യൻ എന്നുള്ളതിന് നിർവചനം രസം. 4 സുവിശേഷങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനി. 4 സുവിശേഷം. മനസ്സിലായോ? അത്രേ ഉള്ളൂ യോഗ്യത. അപ്പോൾ 4 സുവിശേഷം വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനി. സർക്കാർ അത്രേ പോയാൽ മതി. അപ്പോൾ ചില പറയുന്നത് ഇത് പെന്തിക്കോസുകാർക്ക് അംഗീകാരം കിട്ടാൻ ഇതൊരു നല്ല വഴിയാണ്. എന്തോ അംഗീകാരമാണ്? എന്തോ എനിക്കത് മനസ്സിലാകുന്നില്ല. നമുക്ക് നമ്മുടെ രേഖകളിൽ പെന്തിക്കോസ് എന്ന് എഴുതാൻ പറ്റുമോ? ഇതൊക്കെ ചോദ്യം. അപ്പോൾ ഞാനൊരു ചോദ്യം, ഈ പെന്തിക്കോസ് എന്ന് എഴുതിയില്ലുള്ള കുഴപ്പമെന്തോ? നമ്മളങ്ങനെ എഴുതുന്നില്ല. ക്രിസ്ത്യൻ പേരും വെച്ചു, രണ്ട് കുഴപ്പം വരുന്നുണ്ടോ? ഇത്രയുള്ള നമ്മളാ റിയൽ ക്രിസ്ത്യൻസ്. നമ്മൾ ക്രിസ്ത്യൻ എന്ന് വെച്ചാൽ മതി. രണ്ട് കുഴപ്പം വരുന്നുണ്ടോ? സമൂഹത്തിന് നിലനിൽക്കാനാണ്ട് പ്രശ്നം വരുന്നുണ്ടോ? ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇത് വന്നത് ഈ ബ്രദറുകാരുടെ ചർച്ചുകൾ ചർച്ചല്ല എന്ന നിലയിലേക്ക് ഒരു പ്രശ്നം വന്ന അങ്കമാലി. ഇപ്പോൾ അവർ ബ്രദറൻ ചർച്ച് എന്നാക്കി. അത് മാറ്റിക്കൊണ്ട് ബ്രദറൻ അസംബ്ലി എന്നുള്ള വിട്ട് ബ്രദറൻ ചർച്ച്. അപ്പോൾ ചർച്ചാണോ ബ്രദറൻ അസംബ്ലിയാണോ എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടന്നു. അപ്പോൾ നമുക്കത് ബാധകമില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അംഗീകാരം കിട്ടാൻ ഇതൊരു വഴിയാണെന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചിലരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ആളുകളുടെ നേതൃത്വത്തിൽ അവർ അംഗീകാരം കിട്ടാനാണ് എന്ന രൂപത്തിലൊക്കെ ഒത്തിരി അന്തർദേശീയ തലത്തിൽ വലിയ സംഘടനകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അപ്രൂവ്ഡ് ആയൊരു കമ്മ്യൂണിറ്റിയാണ്. പെന്തക്കോസ്ത് എന്തെന്ന് ഈ ഇന്ത്യ ഗവൺമെൻറ്റിനറിയാം, സമൂഹത്തിനറിയാം. അത് സ്വീകരിക്കപ്പെട്ട സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഘടകമല്ല. എന്നാൽ ഈ ബില്ലിനോട് നമുക്കുണ്ടാകേണ്ട പ്രതികരണം എന്താണ്? എങ്ങനെയാണ്? ക്രൈസ്തവർക്കിടയിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണുള്ളത്. അപ്പോൾ എതിർപ്പ് ശക്തമായപ്പോൾ ഇപ്പോൾ അതിൻ്റെ കരട് ബില്ല് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചു. അപ്പോൾ ഇപ്പോൾ സിറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭേദഗതി കൊടുത്തവരെ മാത്രം വിളിച്ചുള്ള സിറ്റിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യത്തിലൊരു കാര്യം പഠിക്കാതെയാണ് പലരും എടുത്തു ചാടി എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നത്. എതിർക്കുന്നവർ പറയുന്ന ന്യായം, സർക്കാർ ഞങ്ങളുടെ മീതെ, നമ്മുടെ സ്ഥാപനങ്ങളുടെ മീതെ ഘട്ടം ഘട്ടമായി പിടിമുറുക്കുന്നു. സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ട നടപ്പിലാക്കുന്നു. റഷ്യയിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പുനർനിർമ്മിതി നടക്കുന്നു. അതിൽ കുറേ ശരിയുണ്ട്. അവരതേ ചെയ്യൂ. മറുവശം എടുക്കാം. മറുവശം ഈ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ക്രൈസ്തവ സഭയുടെ സ്വത്ത്. ഇത് മെത്രാൻ്റെ സ്വത്താണോ? സഭാ പ്രസിഡൻ്റെ സ്വത്താണോ? പാസ്റ്ററുടെ സ്വത്താണോ? ആരുടെയാണ് ഈ സ്വത്ത്? ജനത്തിൻ്റെ അല്ലേ? അപ്പോൾ ജനത്തിൻ്റെ സ്വത്ത് ജനം ഭരിക്കണോ? അതിൻ്റെ ക്രയവിക്രയം ജനം ചെയ്യണോ? ജനത്തിൻ്റെ കൂടി അഭിപ്രായം പരിഗണിക്കണോ? അതോ നേതൃത്വം ചിന്തിച്ചാൽ മതിയോ? എന്തുത്തരമാണ് നമുക്കുള്ളത്? PYC ഇത് വലിയ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. ചർച്ച ചെയ്യുക, ഒരു തീരുമാനത്തിലെത്തുകയും വേണം. ഞാൻ ഒരു നിഗമനത്തിലെത്തിയല്ല ഈ പറയുന്നത്. കാരണം ഞാനതിലെ വിയോജിപ്പുകളും ശരിയും ഒരുപോലെ പറയാൻ ഇഷ്ടപ്പെടുന്നു. വിശേഷിച്ച് ഈ ട്രൈബ്യൂണൽ വലിയൊരു അപകടമാണ്. ട്രൈബ്യൂണലിൻ്റെ അപകടം ആണ് എന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തിയത്. കാരണം ഇതിൻ്റെ അപ്പീൽ പോകണമെങ്കിൽ ഒരു നിസാര തർക്കത്തിന് ട്രൈബ്യൂണൽ പറയുന്ന വിധി, ഈ ട്രൈബ്യൂണലിൽ ഇരിക്കുന്ന ആൾ ഒരുപക്ഷെ ഒരു പെന്തക്കോസ്ത് വിരുദ്ധനാണെങ്കിലല്ല, നമ്മുടെ ആളുകളൊന്നും അവിടെ പിടിച്ചിരുത്തുകയില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഉണ്ടാകുന്ന സ്ഥിതി എന്താ? ഓരോ ഏകാംഗ ട്രൈബ്യൂണൽ അവിടെ ഇരിക്കുക. അദ്ദേഹം പറയുന്ന വിധി അന്തിമമാണ്. അത് കേട്ടിട്ട് പോരുകയാണ്. കേൾക്കാനേ പറ്റുള്ളൂ. ജുഡീഷ്യൽ പവറുള്ള സ്ഥാപനമാണ്. അത് കേട്ടിട്ട് പോരുക.
നമുക്കുണ്ടാകുന്ന സ്ഥിതി എന്താ? അത് ഭീകരമാണ്. നമ്മുടെ വിരോധമുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ആട് മോഷ്ടാക്കൾ എന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്. നാളെ അവർ തന്നെ പറയും അങ്ങനെ മാറ്റാൻ പറ്റില്ല, കത്തോലിക്കനായിട്ട് തുടരട്ടെ, മേലാൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്നാനം പാടില്ല. ഇതൊക്കെ ഉണ്ടായിക്കൂടുന്നില്ല. അപ്പോൾ ട്രൈബ്യൂണൽ ഇതിലെ അപകടകാരിയാണ്. പക്ഷെ സ്വത്തിൻ്റെ സംവിധാനം അത് എനിക്ക് നന്മയായി തോന്നുന്നത്, എല്ലാ പ്രോപ്പർട്ടിയും ലോക്കൽ ചർച്ചിൻ്റെ പേരിൽ എഴുതിയാൽ വരുന്ന ഗുണം, ലോക്കൽ ചർച്ചുകൾക്ക് കുറെ കൂടി നല്ല സ്ഥലം കിട്ടുമെന്നോ മേഖല കിട്ടുമെന്നോ തോന്നിയാൽ അത് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാനോ ഫലപ്രദമായൊരു കാര്യം നിർവഹിക്കാനോ ഒക്കെ സാധിക്കും. കാരണം ജനത്തിൻ്റെയാണ് സ്വത്ത്, ജനത്തിൻ്റെ കൂടി പ്രാതിനിധ്യം അതിലുണ്ടാകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ വാദം, സ്വത്തിൻ്റെ സംവിധാനം. അപ്പോൾ ചർച്ച് ആക്റ്റിലെ ഗുണകരമായി തോന്നിയൊരു കാര്യം അത് തന്നെയാണ് ഇതുവരെ പോകുന്നത്. നമുക്ക് ഇങ്ങനെ ചിന്ത വരാൻ തന്നെ കാരണം ഈ വാസ്കോഡി ഗാമയ്ക്ക് ശേഷം ഈ പോർച്ചുഗീസ് ക്രിസ്ത്യാനിറ്റിയാണ് സത്യത്തിൽ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം അമരക്കാരായിട്ട് ഒരു മെത്രാൻ അല്ലെ അച്ഛൻ തീരുമാനിക്കും, നമ്മൾ അനുസരിക്കും എന്നൊരു ചിന്തയിലേക്ക് വന്നത്. പക്ഷെ അങ്ങനെയല്ല. അതിന് മുമ്പുള്ള സഭകൾ, ജേക്കബൈസ് എന്ന് പറയുന്ന ആ സമൂഹം, ഞാൻ ജേക്കബൈസ് ഇന്നത്തെ ജേക്കബൈസ് അല്ല, AD 52 മുതലുള്ള ഏകദേശ ചരിത്രം എടുത്താൽ നന്നായി പോയൊരു ക്രൈസ്തവ സഭ ഇവിടെ ഉണ്ട്. ആ സഭയുടെ സ്വത്തുക്കളുടെ മീതെ പറങ്കികൾ ആധിപത്യം ചെലുത്തിയുകൊണ്ടാണ് ഇന്ന് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഈ ചർച്ചിൻ്റെ സ്വത്തിൽ തീർച്ചയായിട്ടും ബിലീവേഴ്സിന് കൂടി വോയിസ് ഉണ്ടാകണം, അധികാരമുണ്ടാകണം എന്ന് തന്നെയാണ്. ഇനി വികാസന്മാർ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതിലും സ്ത്രീകളെ കൂടി വീണ്ടും പരിഗണിക്കണം. കാരണം അവരുടെ കൂടി വിയർപ്പും അധ്വാനമാണ്. സ്ത്രീകൾക്ക് കൂടി അതിൽ ഉപസംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കണം. സ്ത്രീ പ്രാതിനിധ്യം ആ സ്വത്തിൻ്റെയും വ്യവഹാരങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ. ഇതിനിടയ്ക്ക് നമ്മുടെ സമൂഹം സ്ത്രീകളോട് സമീപിക്കുന്ന രീതിയും ഒക്കെ പ്രതീക്ഷാവഹമായിരുന്ന ഇതിലേക്ക് ഒത്തിരി ഉയരേണ്ടതുണ്ട്. PYP-യിൽ ഒരു പെണ്ണ് മത്സരിച്ചു പ്രസിഡൻ്റായിട്ട്. ഞാൻ അനുകൂലമാണ് അന്ന് എഴുതിയത്. ഞാനന്ന് അനുകൂലമായിട്ട് അത് എഴുതിയതിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നമുണ്ടായി. കാരണം ഒരു പെൺകുട്ടിയോടോ എന്നുള്ള തെറ്റെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. PYP-യുടെ പ്രസിഡൻ്റായി ഒരു പെൺകുട്ടി ഇരുന്നാൽ കുറഞ്ഞ PYC-യിലൊക്കെ പ്രസിഡൻറ്റുമാരായിട്ട് പെൺകുട്ടികൾ വരണം. സെക്രട്ടറിയോ ട്രഷററോ റോളില്ലാത്ത ഏതെങ്കിലും ഒരു ജോയിൻ്റോ ഒന്നും ആക്കി മാത്രം ഇരുത്തരുത്. അവരും വരണം. ചർച്ചാക്റ്റിലും ഇത്തരം കുറേ ഭേദഗതികൾ ഞാൻ 22 ഭേദഗതികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്വന്തം റിസ്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ എഴുതി ആരും മൈൻഡ് ചെയ്യാൻ അത് വേറെ കാര്യം. പക്ഷേ അതവിടെ ചെന്നിട്ടുണ്ട്, ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. ഇനി വെപ്പോട്ടെ. അപ്പോൾ നമ്മൾ ഈ ചർച്ചാക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ഗ്രാഹ്യം കിട്ടിക്കാണും. ഒന്നുകൂടി ഞാൻ ചുരുക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുള്ളതുപോലെ, മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡുള്ളതുപോലെ, ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കളിൽ അതിൻ്റെ പേര് തന്നെ കേൾക്കുക, കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ആക്ട് ബിൽ. അങ്ങനെ എൻ്റെ പേര് ഞാൻ ആവർത്തിക്കാം. കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ആക്ട് ബിൽ, ഇതാണ് എൻ്റെ പേര്. ആ ബില്ല് മുമ്പോട്ട് വെക്കുന്നത്, നിലവിലൊരു സംഘടനയുടെ അംഗമാണ് നിങ്ങളെങ്കിൽ, കത്തോലിക്ക സഭയിലെ അംഗമാണെങ്കിൽ, ന്യൂ ഇന്ത്യ ചർച്ചക്കോളിലെ അംഗമാണെങ്കിൽ, IPC-യിലെ അംഗമാണെങ്കിൽ IPC-കാരനായിക്കൂ. മറിച്ച് ലോക്കൽ സഭകൾക്ക് ആണ് സ്വത്തിൻ്റെ മീതെ പരമാധികാരം, ഹെഡ്ക്വാർട്ടേഴ്സിനല്ല. ഹെഡ്ക്വാർട്ടേഴ്സിലെ കമ്മിറ്റിയോ കൗൺസിലോ നോക്കിയാൽ ഇതിൻ്റെ വിൽപ്പന നടക്കില്ല. ലോക്കൽ സഭ ഇഷ്ടപ്പെടണം. അപ്പോൾ ഇത് ആ ശരിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 2 ഉദാഹരണമുണ്ട്, പറയാതിരിക്കാൻ തരയില്ല. നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് 53 ഏക്കർ ഭൂമി കണ്ണൂരുണ്ടായിരുന്നു. 53 ഏക്കർ ഭൂമി. അതവിടെ മറിച്ച് വിറ്റ് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ലാസ്റ്റ് വളരെ സ്ട്രഗിൾ ചെയ്ത് തിരിച്ചു പിടിച്ചു. നമ്മുടെ കണ്ണായ ഭൂമിയാണ്, ഹൈവേയുടെ സൈഡിൽ തിരിച്ചു പിടിച്ചത് ഷാരോൻ്റെ ആയി. അനുമതി വ്യക്തിയുടെ ആയിരുന്നു. ഇപ്പം അവരത് തിരിച്ചു പിടിച്ചു, ഷാരോൻ്റെ ആയി. ചർച്ചക്കോടിൻ്റെ ഒരു സ്റ്റേഡിയം വ്യക്തി മറിച്ചു വിറ്റ സ്ഥിതി കണ്ടു, ഓവർസീർ. എന്തെല്ലാം പ്രക്ഷോഭങ്ങളുണ്ടായി. അപ്പോൾ ഈ സ്ഥിതിയിൽ ഞാൻ പറയും പ്രോപ്പർട്ടി ലോക്കൽ ചർച്ചിൻ്റെയാണ്. ആ ഒരു ക്ലോസ് വളരെ നന്നായിരിക്കുന്നു. സെമിനാരികൾ, സ്ഥാപനങ്ങളെല്ലാം ലോക്കൽ ചർച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം. അവിടെ വരാവുന്നൊരു പ്രശ്നം. പിന്നെ ഈ കേന്ദ്രം എന്താവും? കാശില്ലേ പിന്നെ എന്തോ ട്രഷാറെന്ന് ചോദിച്ച പോലെ സംസ്ഥാന ട്രഷാറാ, കൈ 10 പൈസ ഇല്ലെങ്കിൽ നമ്മളവന് പോകാൻ വണ്ടിക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ ട്രഷാറായിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളിത് കാര്യമായിട്ട് ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് ചർച്ച ചെയ്യാനൊരു അവസരം കൂടി തരേണ്ട എൻ്റെ ഒരു മര്യാദയാണ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്നാണ് എൻ്റെ ധാരണ. മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൻ്റെ മാതൃകയിൽ, നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാതൃകയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മീതെ ഗവൺമെൻറ് കൺട്രോൾ. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഗൂഢോദ്ദേശങ്ങളുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. പക്ഷേ ഇന്ന് പോകുന്ന ഈ രീതിയുടെ അച്ചടക്ക രാഹിത്യം
തൻപ്രമാണിത്വം 3-4 ആളുകൾ ചേർന്ന് സ്വത്തിൻ്റെ വ്യവഹാരം അങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് രണ്ടും അതിൻ്റെതായ പ്രശ്നങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ അഭിപ്രായം പൊതുവിൽ വരട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. ഞാൻ ഈ ഇഷ്യൂ ആണ് അവതരിപ്പിച്ചത്. അപ്പോൾ ആരോ അടുത്ത കാലത്ത് പറയുന്നുണ്ട് ശബരിമലയിലെ സകല പ്രശ്നത്തിനും കാരണം ഈ പ്രശ്നക്കാരനാണ്. അവിടെ പ്രശ്നം വെക്കുന്ന ഒരാളുണ്ട്, പുള്ളിയാന്ന് പറഞ്ഞ പോലെ ഞാൻ വന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോവാണ്. ഇനി നിങ്ങൾ ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങളുടെ ഉള്ളടക്കം ഞാൻ ആവശ്യമെങ്കിൽ ഒരു കൺക്ലൂഷൻ പറയാം. ബാക്കി കാര്യങ്ങൾ അധ്യക്ഷനെ ഏൽപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.